प्रेज़ लॉर्ड। प्रेज लॉर्ड। जल्दी से ले आने वाला प्रभु यीशु मसीह की अति पवित्र नाम में सब पवित्र लोगों में मसीह देता हूँ। വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകല വിശുദ്ധന്മാർക്കും ദൈവത്തിന്റെ സ്നേഹവന്ദന. प्रभु का अनुग्रह से हमें और भी एक दिन दान मिला। ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഒരു ദിവസം കൂടെ ദൈവം ദാനമായിട്ട് നമുക്ക് തന്നു. हमेशा मुझे आपको यही याद दिलाना है कि एक एक दिन प्रभु हमें अनंतता की तैयारी के लिए देता है। കുറെ കാര്യങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളത് കർത്താവ് ഓരോ ദിവസം നമുക്ക് തരുന്നത് അത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറിക്ക് വേണ്ടിയിട്ടാണ്. हर एक दिन हमें अपने आप को जांचना चाहिए, परखना चाहिए कि मैं वास्तव में प्रभु के आगमन की तैयारी में है कि नहीं। ഓരോരോ ദിവസം ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യേണ്ടത് ഞാൻ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ടോ എന്നാണ്. क्योंकि प्रभु ने क्लियर कहा है कि किस घड़ी को मनुष्य का पुत्र आएगा ये तुम नहीं जानता, इसलिए तुम तैयार रहना, तुम जागृत रहना, तुम प्रार्थना में रहना। ये सारे बात प्रभु ने हमें बताया है। കാരണം കർത്താവ് നമ്മൾ പറഞ്ഞതുകൊണ്ടത് മനുഷ്യപുത്രൻ വരുന്നത് അത് ഏത് ക്ഷണമാണ് ഏത് സമയമാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ആ വിഷയത്തിൽ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കും. कई बार हम प्रभु का आगमन में अभी भी देर है सोच करके मतलब अपनी मनमानी में जीवन बिताने के लिए कभी कई लोग ऐसा निर्णयों में चले जाता है। ചിലപ്പോൾ ചിലവര് പറയുന്നത് കർത്താവിന് വരാൻ നേരം എടുക്കും, സമയം എടുക്കും, ഇപ്പോൾ ഉടനെ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞ് അവർ സ്വന്തം ഇഷ്ടത്താൽ ജീവിക്കാൻ നോക്കും. एक सच्चा भक्त ऐसा कभी नहीं करेगा। എന്നാൽ ഒരു യഥാർത്ഥമായ ഒരു ഭക്തൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. क्योंकि उसको उस अनंतता का दर्शन मिला है तो जो भी समय मिलेगा उसका मूल्य जान करके अनंतता का तैयारी करेगा। കാരണം നിത്യതയുടെ സഹി ദർശനം കണ്ട ഒരു വിശ്വാസി അവൻ എപ്പോഴും ഈ നിത്യതയുടെ കാര്യത്തിലുള്ള ഒരിക്കൽ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. परंतु कई अज्ञानता के कारण कई लोग उनका जीवन में एक सच्चा पवित्र जीवन, एक सच्चा एक चेला का जीवन, विश्वासी का जीवन नहीं बिताते। എന്നാൽ ശരിക്കുമായ പ്രകാശനം കിട്ടാത്തതുകൊണ്ട് ശരിക്കും വിശ്വാസികളുടെ അവസ്ഥയിൽ അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു ശിഷ്യന്റെ അവസ്ഥയിൽ ജീവിക്കാൻ വിശ്വാസികൾക്ക് പറ്റുന്നില്ല. आज मेरा जीवन कैसा है करके हमें अपने आप को जांचना है। അതുകൊണ്ട് ഇന്ന് എന്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ തന്നെത്താൻ തന്നെ ചോദിക്കണം. कल हमने एक विषय आरंभ किया था ഇന്നലെ നമ്മൾ ഒരു വിഷയം നമ്മൾ തുടങ്ങിയായിരുന്നല്ലോ कि मानव जब पहला कोरिन्थी 3 अध्याय का 3 वचन, 1 കൊരിന്ത്യർ 3 അധ്യായം 3 വാക്യം നമ്മൾ പഠിച്ചായിരുന്നു. क्या तुम शारीरिक नहीं, നിങ്ങൾ ജഡികന്മാരല്ലയോ? क्या मनुष्य की रीति पर नहीं चलते? നിങ്ങൾ ഒരു സാമാന്യ മനുഷ്യന്റെ രീതിയിലല്ലല്ലോ ആണല്ലോ നിങ്ങൾ നടക്കുന്നത്. ये दो सवाल कोरिन्थ मंडली को प्रभु का दास पूछते हैं। ഈ രണ്ട് ചോദ്യം പൗലോസ് കൊരിന്ത്യ സഭയോട് ചോദിക്കുന്നുണ്ട്. क्या तुम शारीरिक नहीं, നിങ്ങൾ ജഡികന്മാരല്ലയോ? क्या मनुष्य की रीति पर नहीं चलते? നിങ്ങൾ സാമാന്യ മനുഷ്യരുടെ രീതിയിലല്ല ആണല്ലോ നിങ്ങൾ നടക്കുന്നത്. ये दोनों सवाल हमें भी अपने आप को पूछना है। ഈ രണ്ട് ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. मेरे जीवन में आज मैं कहाँ पर है? എന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ എന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? परमेश्वर की दृष्टि में मैं और मनुष्यों की रीति पर चलता है क्या? ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ സാധാരണ മനുഷ്യനെ നടക്കുന്ന പോലെയാണോ ഞാൻ നടക്കുന്നത്? अपने जीवन को हमें परखना चाहिए। അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് ശോധന ചെയ്യണം. हम लोग प्रभु यीशु मसीह में विश्वास करके उद्धार पाए हुए लोग हैं। കാരണം നമ്മൾ കർത്താവിനെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. आज हम प्रभु का मंडली है, ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സഭയാണ്, प्रभु का शरीर का एक अंग है, ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. आज हम एक प्रकार बोलेगा तो प्रभु की ओर से दुनिया में गवाह देने के लिए अम्बासडर के रूप में नियुक्त है। നമ്മൾ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ അയക്കപ്പെട്ട അവന് വേണ്ടിയിട്ടുള്ള രാജദൂത അംബാസഡേഴ്സ് ആയിട്ടുള്ള സേവകന്മാരാണ്. बहुत बड़ा बड़ा पदवी के बारे में हम प्रभु का वचन में पढ़ते हैं। നമ്മുടെ വിഷയത്തിൽ കർത്താവ് നമുക്ക് വലിയ ഒരു പദവി നമുക്ക് സ്ഥാനവും തന്നിട്ടുണ്ട് അവസ്ഥയിൽ നമ്മൾ ബൈബിൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടെന്ന് ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്. हम सभी लोग याजक लोग हैं। നമ്മളെല്ലാരും പ്രീസ്റ്റ്മാരാണ്, പുരോഹിതന്മാരാണ്. हम सभी लोग भविष्यवक्ता है, നമ്മളെല്ലാരും प्रोफेट्स ആണ്, പ്രവാചകന്മാരാണ്. तो हमको ये बात को जानना है कि मतलब हमको मिला हुआ ये पदवी हम कितना बड़ा पदवी है। ആമേൻ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ സ്ഥാനവും പദവിയും ദൈവം നമുക്ക് എത്ര വലിയ അവസ്ഥ ആക്കി വെച്ചിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ കാര്യം ഓർക്കണം. हम पवित्र लोग हैं, നമ്മൾ വിശുദ്ധന്മാരാണ്, प्रभु का नीच प्रजा है, കർത്താവിന്റെ സ്വന്തം ജനമാണ്. ये सब पढ़ने के समय में हमको कितना आनंद मिलता है। ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ് കിട്ടുന്നത്. परंतु अगर हम उस अवस्था में नहीं है तो हम उसके अनुसार जीवन नहीं बिताता, वो पदवी वो जो पद हमें जो दिया गया मतलब उसके अनुसार जीवन नहीं बिताया तो क्या फायदा? എന്നാൽ ആ പദവി സ്ഥാനം തന്ന അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നില്ലെങ്കിൽ, അതിന് ബോധമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പദവി തന്നിട്ട് എന്താ കാര്യം? किसी किसी का नाम संतोष है, ചിലവരുടെ പേര് നോക്കിയത് സന്തോഷ് എന്ന് ചിലവർ പേര് വെക്കാറുണ്ട്. परंतु हमेशा वो दुखी रहता है। എന്നാൽ എപ്പോഴും നോക്കാവും ദുഃഖത്തിലാണ്.
वो संतोष नाम रहने से कोई फायदा है क्या? അപ്പൊ സന്തോഷ് എന്ന പേര് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? मतलब कई कई लोगों का नाम सत्यपाल, सत्यपाल किसी का नाम है पर वो जेल में है. ആ ചിലവരുടെ പേരെന്ന് പറഞ്ഞ സത്യപാൽ എന്ന് പറഞ്ഞ അതായത് സത്യമായി നടക്കുന്നവൻ അങ്ങനെ അർത്ഥത്തിൽ വരുന്നത്. എന്നാൽ ആളുടെ അവസ്ഥയിൽ ആളെവിടെ ജയിലില്ല. हाँ तो बहुत गुनाहगार होकर के नाम बहुत अच्छा है परंतु अभी वो गुनाहगार होने के कारण जेल में. അപ്പൊ പേരെന്ന് പറഞ്ഞ എത്ര നല്ല പേര്, സത്യസന്ധനാണെന്നുള്ള അർത്ഥത്തിലാണ് പേര് വരുന്നത്. പക്ഷെ അവന് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ ജയിലിലാണ്. अभी इसी प्रकार അതേപോലെ തന്നെ हमारे जीवन में हमको बोलता है कि तुम एक विश्वासी. അതേപോലെ തന്നെ നമ്മളോട് വചനം പറഞ്ഞത് നമ്മളൊരു വിശ്വാസിയാണെന്ന്. विश्वासी का अर्थ क्या है? വിശ്വാസി ഇതിന്റെ അർത്ഥം എന്താ? वास्तव में मैं विश्वास के अनुसार नहीं चलता है तो मैं विश्वासी कहलाते हुए कितना बड़ा धोखा खाता है. ഞാൻ വിശ്വാസിയാന്ന് പറയുകയും ചെയ്യുന്നു, എന്നാൽ വിശ്വാസത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഞാൻ എത്ര വലിയ ചതിയിലല്ല നടക്കുന്നത്. हमें वो बात को परखना. അതുകൊണ്ട് നമ്മൾ തന്നെ ചോദിക്കണം. इसलिए प्रभु का वचन में जब आपको याद होगा 2 कोरिन्थी उसका 13 अध्याय का 5 वचन में 2 कोरिन्थी 13 अध्याय 5 वचन. 2 कोरिन्थർ 13:5 നമ്മൾ വായിക്കുന്നത്, पौलुस मंडली को ये बात का गौरव हमारा उसको गौरव से समझाते हुए कहता है, अपने आप को परखो कि विश्वास में हो कि नहीं. अपने आप को जांचो, क्या तुम अपने विषय में यह नहीं जानते कि यीशु मसीह तुम में है? नहीं तो तुम जांच में निकम्मे निकले हो. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? अभी यहाँ पर एक अच्छा बात प्रभु का दास कोरिन्थ मंडली को बताकर समझाता है. ഇവിടെ ഒരു നല്ല കാര്യം പൗലോസ്, ദൈവത്തിന്റെ ദാസനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ഒരു കാര്യം പറഞ്ഞു ഓർപ്പിക്കുവാണ്. कि तुम अपने आप को परखो, अपने आप को जांचो कि तुम विश्वास में हो कि नहीं. നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്ത് നിങ്ങൾ അറിയുക നിങ്ങൾ വിശ്വാസത്തിലാണോ എന്നില്ലയോ എന്ന്. इसका मतलब बहुत बार लोग में विश्वास में एक ही नहीं, इतना भी नहीं परखता. അതിന്റെ അർത്ഥം എന്താ? അനേകർ ഞാൻ വിശ്വാസത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഈ കാര്യത്തിന്റെ ശോധന പോലും ചെയ്യാറില്ല. आज मुझे सुनने वाला आप सबको मैं एक बात बोलना चाहता हूँ, कई वचन अपने जीवन में थोड़ा सा मतलब परखने से कितना अच्छा रहेगा. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ വാക്യം വായിച്ചിട്ട് ഈ വാക്യം അനുസരിച്ച് തന്നെത്താൻ ശോധന ചെയ്യുന്നത് എത്ര നല്ല കാര്യമല്ലേ? क्योंकि मैं आज वास्तव में एक मतलब विश्वास में है क्या? കാരണം ഞാൻ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലാണോ? जो विश्वास में है वो क्या करेगा? വിശ്വാസത്തിലുള്ളവൻ എന്ത് ചെയ്യും? विश्वास में है तो वो प्रभु का वचन मान करके जीवन बिताएगा. വിശ്വാസത്തിലുള്ളവൻ അവൻ ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ച് ജീവിക്കും. हम वचन के अनुसार नहीं जीता है और हम विश्वासी कहता है तो उसमें धोखा है. നമ്മൾ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല എന്നിട്ട് നമ്മൾ വിശ്വാസിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ താൻ ചതിക്കുക. क्योंकि विश्वास बिल्कुल आज्ञाकारिता के साथ चलता है या बात मान करके चलता है, तभी वो विश्वास जीवित विश्वास है. വിശ്വാസം എന്ന് പറഞ്ഞ അനുസരണത്തിന്റെ കൂടെ പോകുന്ന ഒരു കാര്യമാണ്. വിശ്വാസം അനുസരിച്ച് ഒരുമിച്ച് പോവുകയാണെങ്കിൽ അത് യഥാർത്ഥമായ ഒരു വിശ്വാസി ജീവിതമാണ്. अगर हम मतलब रोमियो का पत्री उसका 1 अध्याय का मलयालम में 6 वचन है, शायद हिंदी में 5 वचन हो सकता है. റോമാലേഖനം 1:5 വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത് അതിന്റെ മധ്യത്തിൽ 5 का बीच में रहेगा. विश्वास का आज्ञाकारिता के लिए रोमियो 1 अध्याय उसका 5 वचन होगा आपका बीच में. और प्रेरिता का जो विश्वास का आज्ञाकारिता के लिए प्रेरिता की मिली उनके नाम के कारण सब जातियों के लोग विश्वास करें, उसकी माने. विश्वास करके माने. मतलब वहां पर ये लिखा है कि विश्वास के अनुसार मानना. അവിടെ നമ്മൾ വായിച്ചത് വിശ്വാസം അനുസരിച്ച് അനുസരിക്കുക. पर जो विश्वास करता है तो उसमें आज्ञाकारिता है. അതായത് വിശ്വസിക്കുന്നവൻ അനുസരിക്കുന്നുണ്ട്. प्रेज़ लॉर्ड. आमेन. विश्वास अगर विश्वास है परंतु प्रभु की बात अगर नहीं मानता तो उसको विश्वास नहीं कहता. അപ്പൊ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു, എന്നാൽ ദൈവത്തിന്റെ കാര്യങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നെ വിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല. उसी का 16 अध्याय का 24 वचन पढ़ा. അതിന്റെ 16 रोमियो 16 का 24 वचन. 16 अध्याയം 24 वाक्യം. उसके भी आखिरी में वो बात को हमें मिलता है. 16:24 നമ്മൾ വായിക്കുമ്പോൾ कि वे विश्वास से आज्ञा मानने वाले हो जाएं. मतलब വിശ്വാസത്തിന്റെ അനുസരണത്തിനായി, വിശ്വാസത്തിന്റെ അനുസരണത്തിനായി, विश्वासത്തിന്റെ അനുസരണത്തിനായി. ओके वापस एक बार हिंदी में पढ़िएगा. कि वे विश्वास से आज्ञा मानने वाले हो जाएं. विश्वास से आज्ञा मानने वाले हो जाए. मतलब
उस विश्वास है तो प्रभु का आज्ञा या प्रभु का वचन मानने वाला हो जाएगा, वो मान करके जीवन बिताएगा। അത് റോമാലേഖനം 16:26 ഞാൻ 24 എന്ന് പറഞ്ഞു. 26 വാക്യത്തിലാണ് വിശ്വാസത്തിന്റെ അനുസരണത്താൽ, അതായത് വിശ്വാസമുണ്ടെങ്കിൽ അവൻ അനുസരിക്കും. नहीं मतलब मलयालम में उसका 24 है, 24 ആണ്. ഓക്കെ സോറി, മലയാളത്തിൽ അത് 24 ആണ്. मैं मलयालम में बोला, मलयालम का ആക്ച്വലി 26 ആണ്. 26 हिंदी में वो 16 का 26. आप लोगों को रेफरेंस नहीं मिलेगा तो भी आप लोग थोड़ा चक्कर में आ जाएगा। ओके थैंक यू। तो यहाँ पर ये बात को जानना है कि यहाँ पर मलयालम में उसका 16 का 24 है, वहाँ पर ये लिखा है कि विश्वासത്തിന്റെ അനുസരണത്തിനായി, हिंदी में लिखा है विश्वास से आज्ञा मानने वाले हो जाएं। विश्वास से आज्ञा मानने वाला हो जाए, വിശ്വാസത്താൽ അനുസരിക്കുവാൻ. तो उसका मतलब जो विश्वास करता है तो वो आज्ञा मानने वाला होना जरूरी बात है। അപ്പൊ ഒരാൾ വിശ്വസിച്ചാൽ അവൻ അനുസരിക്കുകയും ചെയ്യും. प्रियो अगर हम विश्वास करता है पर जो आज्ञा नहीं मानेगा, इसका मतलब वो व्यक्ति किसी प्रकार भी प्रभु का ज्ञान का सुगंध नहीं फैलाता। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു, എന്നാൽ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ വന്നിട്ടില്ല. जो व्यक्ति विश्वास करके जब प्रभु की बातों को मानता है तो वो विश्वास सारे जगत में फैल जाता है। ആരൊക്കെ വിശ്വസിച്ചിട്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ അനുസരിക്കുക, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ, ആ വിശ്വാസം ലോകം മൊത്തം പകരും. अभी हमारे विश्वास आज दूसरे को तक फैलना है तो हमें उसके साथ का कार्य या वचन मानने वाला स्वभाव चाहिए। അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ വിശ്വാസം ലോകത്തിൽ പകരണമെങ്കിൽ, മറ്റേ ആർക്കും നമ്മൾ പകരണം ഉണ്ടെങ്കിൽ കർത്താവിന്റെ വചനം അതിന് നമ്മൾ വിശ്വസിച്ച് അനുസരിക്കുകയാണെങ്കിൽ അത് പകരാൻ പറ്റുള്ളൂ. आज कई लोग क्या बोलते हैं कि मैंने विश्वास किया है, अभी मैं कोई काम नहीं किया तो भी चलेगा। नो प्रियो, विश्वास है तो वहां पर कार्य है, वहां पर आज्ञाकारिता है, वो वचन जरूर मानेगा। അപ്പൊ അതായത് ചിലവർ പറയുന്നത് വിശ്വസിച്ചു കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവര്. വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പുറകെ വരുന്ന ഒരു അനുസരണം പറയുന്ന ഒരു ക്രിയയാണ്. ഈ ക്രിയ നമുക്ക് എന്ത് ചെയ്യും? ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കാനുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യും. അതിനെയാണ് ആ ക്രിയ ആയിട്ട് പറയുന്നത്. आज बहुत लोग ऐसे बातों पर धोखा खाता है कि उन्होंने सोचा है कि मैंने प्रभु यीशु पर विश्वास किया है, अभी मुझे कुछ कार्य करने की जरूरत नहीं। फिर वो वचन को ध्यान से सुनता भी नहीं, उसको मानते भी नहीं, ऐसा विश्वास, फिर वो व्यक्ति का जीवन जरूर जातियों के जीवन से फर्क नहीं रहेगा। അപ്പൊ ഇന്ന് ചിലവർ തെറ്റിദ്ധാരണ ചെയ്തിട്ടുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞു, ഇനി അതിന് പ്രവൃത്തി ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു മനസ്സാവസ്ഥ വെക്കുവാണെങ്കിൽ അവരോട് എത്ര വചനം പറഞ്ഞ ആ വചനത്തിന്റെ സത്യമോ യാഥാർത്ഥ്യമോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി ആഴമായ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവരുടെ സ്വഭാവം, അവരുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? സാധാ ജാതികളെ പോലെ, ഈ ലോകത്തിന്റെ ആൾക്കാരുടെ നടത്തിപ്പ് പോലെ അവർ ആയിപ്പോവും. भैया मैं एक बात आपको बताना चाहता हूँ, अभी भी आप प्रभु का विश्वास में, आप प्रभु का बातों को मानता है तो निश्चय आपके बारे में दूसरे को बताने के लिए या आपके बारे में अच्छा बात सुनने के लिए मौका मिलेगा। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ വചനത്തിൽ എപ്പോഴും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു, അതിൽ കൂടെ നമ്മൾ അനുസരിക്കുകയും ചെയ്യുവാണെങ്കിൽ നമ്മൾ മറ്റവര് ആ ക്രിയ മുഖാന്തരം മറ്റവർക്ക് നമ്മുടെ സാക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റും. एक व्यक्ति विश्वास के साथ प्रभु का बातों को मान करके चलता है तो उसके बारे में दूसरे को भी गवाही देने के लिए कितना मतलब अच्छा लगता है, कितना खुशी होता है। അപ്പോൾ ഓരോ വ്യക്തി വിശ്വസിക്കുകയും ചെയ്യുന്നു, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുകയും ചെയ്യുവാണെങ്കിൽ ആ വ്യക്തിയെ പറ്റി മറ്റവരോട് പറയാൻ എത്ര നല്ല കാര്യമായിട്ടല്ലേ നമുക്ക് അവിടെ ചിന്ത വരുന്നത്. यहाँ पर वही रोमियो का पत्र 16:19 वचन में ऐसा एक बात यहाँ पर प्रेषित पौलुस कहता है। അതേപോലെ തന്നെ ഇവിടെ റോമാലേഖനം 16 അതിന്റെ 19 വാക്യത്തിൽ പൗലോസോട് കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. कितना सुंदर बात है। रोमी विश्वासियों के बारे में प्रभु का दास को बहुत खुशी है, क्योंकि उन्होंने विश्वास के अनुसार आज्ञा माना और वो बात सारे जगत में फैल गया करके वो गवाही देता है. അപ്പൊ എത്ര നല്ല സാക്ഷ്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവരുടെ അനുസരണം എല്ലാവർക്കും അറിഞ്ഞു എന്ന് അവിടെ പറയുന്നത്. അതായത് അവർക്ക് കർത്താവിൽ വിശ്വാസം വന്നപ്പോൾ അത് അനുസരിച്ചപ്പോൾ അത് എല്ലാവരും അറിഞ്ഞു. उसका शुरुआत थोड़ा पढ़ना. तुम्हारी आज्ञा मानने की चर्चा सब लोगों में फैल गई है। देखा, तुम्हारी आज्ञा मानने की चर्चा सब लोगों में फैल गया
गया। सब लोगों में कब क्यों फैल गया? क्योंकि आज्ञा मानने का वो गुण था। കാരണം നിങ്ങളിലെ അനുസരണത്തോടുള്ള വിഷയം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, എല്ലാവരും അത് അറിഞ്ഞു. കാരണം നിങ്ങളിൽ ആ അനുസരിക്കാനുള്ള ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ്. कितना अच्छी बात है, എത്ര നല്ല കാര്യമല്ല അത്. इसलिए आगे प्रभु दास क्या कहता है? അതുകൊണ്ട് അതിന് മുമ്പേ അത് കഴിഞ്ഞിട്ട് കർത്താവ് ദാസൻ എന്താ പറയുന്നത്? इसलिए तुम्हारे विषय में आनंद करता हूँ. ओ देखा, तुम्हारे विषय में आनंद करता हूँ. അതുകൊണ്ട് നിങ്ങളുടെ ഈ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. वास्तव में प्रियो, यही तो एक अनोखा बात है. प्रभु के लोग अगर प्रभु के वचन के अनुसार जब चलता है तो वो वचन बातों को अगर मानता है तो निश्चय मतलब प्रभु का दासों को क्या, प्रभु का दिल को बहुत आनंद है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര സന്തോഷം തരുന്ന ഒരു കാര്യമല്ല. നമ്മളെ വിശുദ്ധന്മാര് കർത്താവിന്റെ വചനം കേൾക്കുകയും ചെയ്യുന്നു, അതനുസരിച്ച് അവർ നടക്കുകയും ചെയ്യുന്നു, അവർ അത് അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദേവദാസന്മാരുടെ ഹൃദയത്തിന് എത്ര സന്തോഷമാണ്. അത് മാത്രമല്ല ദൈവത്തിന്റെ ഹൃദയത്തിനും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. परमेश्वर के जनों को एक बात मैं बताना चाहता हूँ, प्रियो, आपको मिला हुआ ये सच्चाई पर चलने के लिए जरूर आप हमेशा तैयार रहना चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കേട്ട സത്യത്തിൽ അതിന് നടക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. क्योंकि जब दूसरा യോഹന്ന उसकी 6 वचन में हम पढ़ता है, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാവുന്നു. 2 യോഹന്നാൻ 6 വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്. അവന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ അത് തന്നെ സ്നേഹമാകും. और प्रेम यह है कि हम उसकी आज्ञाओं के अनुसार चले. देखा, उसकी आज्ञाओं के अनुसार चले, वही तो प्रेम है. അവന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ നടക്കുന്നത് തന്നെ സ്നേഹമാണല്ലോ. उसकी आज्ञा नहीं मानता है तो मैं प्रभु को प्रेम करता हूँ करके कितना भी कहे तो क्या फायदा? അപ്പൊ ഞാൻ കർത്താവിന്റെ കൽപ്പനകൾ ഞാൻ മാനിക്കുന്നില്ലെങ്കിൽ, ഞാൻ പറയുക സ്നേഹമാണ് പറഞ്ഞ് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ കള്ളമല്ലേ? तो एक व्यक्ति जब प्रभु के वचन के अनुसार जब चलता है तो सत्य पर चलता है. അതുകൊണ്ട് ഒരു വിശ്വാസി കർത്താവിന്റെ വചനത്തിൽ നടക്കുവാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സത്യത്തിൽ നടക്കുവാണ്. उस व्यक्ति के जीवन को देख करके जरूर हमारे प्रभु के जन को बहुत आनंद रहेगा. ഇങ്ങനെ ഒരു സഹോദരൻ ഇങ്ങനെ സത്യത്തിൽ നടക്കുവാണെങ്കിൽ മറ്റേ സഹോദരന്മാർക്കും ഒരു സന്തോഷമുള്ള ഉളവാക്കുന്ന ഒരു കാര്യമായിരിക്കും. खास करके प्रभु का दासों को अपने सहविश्वासियों के विषय में बहुत आनंद रहेगा. പ്രത്യേകിച്ച് ദേവദാസന്മാർക്ക് അവരുടെ കൂട്ട സഹോദരന്മാരുടെ ഉള്ള ഈ അവസ്ഥയിൽ നടപ്പ് കാണുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. जब तीसरा യോഹന്ന उसकी 4 वचन में യോഹന്ന लिखता है, 3 യോഹന്ന അതിന്റെ 4 വാക്യത്തിൽ, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. मुझे इससे बढ़कर और कोई आनंद नहीं कि मैं सुनूं कि मेरे बच्चे सत्य पर चलते हैं. देखा, मुझे इससे बड़ा आनंद नहीं कि मैं सुनूं कि मेरे बच्चे सत्य पर चलते हैं. എനിക്ക് ഇതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് കേൾക്കാനില്ല. കാരണം എന്റെ മക്കള് സത്യത്തിൽ നടക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. प्रिय परमेश्वर के जनों को मैं बताना चाहता हूँ, प्रियो, आपको बहुत खरे उपदेश मिल चुके हैं. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് സത്യമായുള്ള ഉപദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. परंतु इस वचनों को हम जानने के बाद, सिखाए जाने के बाद में उस वचन में बना रहने के लिए मैं कहाँ तक उत्साही है, ये बात को जान. എന്നാൽ ഇങ്ങനെ സത്യവചനം നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടും ഈ സത്യവചനത്തിൽ നമ്മൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ എത്ര ഉത്സാഹം ഉള്ളവരാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. अगर हम विश्वास में है तो हम जरूर उस सच्चा वचन में रहेगा. ആമേൻ. നമ്മൾ വിശ്വാസത്തിലാണെങ്കിൽ പിന്നെ ആ സത്യവചനത്തിൽ നമ്മൾ നടക്കും. इല്ലെങ്കിൽ നമ്മൾ വിശ്വാസ ത്യാഗികളായി ജീവിക്കുക. नहीं तो फिर हम लोग विश्वास को धोखा देने वाले लोग हो जाएंगे. आज आप देखिए, इन दिनों में कितना गहराई से प्रभु का वचन का प्रकाश प्रभु हमें दे रहा है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക, ഈ നാളിൽ കർത്താവിന്റെ എത്ര ആഴമായുള്ള വചന സത്യങ്ങൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുവാണ്. एक बात आप जानना, अगर आप वचन सुना पर उसको नहीं माना है तो क्या होता है, आपको मालूम है? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ വചനം കേട്ടു പക്ഷെ അതിനെ അനുസരിക്കുന്നില്ലെങ്കിൽ അതെന്ത് പറ്റും? याकूब अपना पत्र में, याकूब का पत्र है उसका 1 अध्याय 22 वचन में सुन करके ना मानने वालों के बारे में लिखा है कि എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. യാക്കോബിന്റെ പുസ്തകം 1:22 വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. യാക്കോബ് 1:22. याकूब 1 अध्याय 22 वचन. परंतु वचन पर चलने वाले बनो और केवल सुनने वाले ही नहीं जो अपने आप को धोखा देते हैं. देखिए, याकूब कहता है कि अगर हमने वचन सुना और उसको अगर नहीं माना, वो अपने आप को धोखा देता है. അപ്പൊ നമ്മളിപ്പോ വായിച്ചത്, നമ്മൾ വചനം കേൾക്കുന്നു പക്ഷെ അത് ചെയ്യുന്നവരല്ലെങ്കിൽ നമ്മൾ തന്നെ വഞ്ചിക്കുന്നു. ओ प्रियो, हमें जो भी वचन सुनाया जाता है उसको मानने के लिए कितना उत्साही होना चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വചനം നമ്മൾ കേൾക്കുവാണെങ്കിൽ അത് അനുസരിക്കുവാൻ നമ്മൾ എത്ര ശ്രമിക്കണം. हमारे जीवन में जब तक हम प्रभु का वचन को अगर नहीं मानता, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴോ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ वहां पर हमें
एक प्रकार वो स्वर्गीय आनंद नष्ट होता. ആ സമയത്ത് ഒരു അർത്ഥത്തിൽ ഞാൻ പറയുവാണെങ്കിൽ സ്വർഗീയ സന്തോഷം നമ്മൾ നഷ്ടപ്പെടുവാണ്. प्रभु का बहुत बड़ा एक सौभाग्यता को हम नष्ट करते हैं. കർത്താവിന്റെ വലിയൊരു സൗഭാഗ്യത കൂട്ടായ്മ നമ്മള് വിട്ടുപോവാണ്. आपको मालूम है कि हम प्रभु में हमेशा प्रभु के वचन के अनुसार चलना चाहिए. उस वचन के अनुसार वचन मानना हमने थोड़ी देर पहले देखा, वो प्रभु को प्रेम करता है, उसका एक चिन्ह है. നമുക്കറിയാം നമ്മൾ കർത്താവിലാണെങ്കിൽ നമ്മൾ അവന്റെ വചന അനുസരിച്ച് നമ്മൾ നടക്കണം. നമ്മൾ നേരത്തെ നമ്മൾ കേട്ടതുപോലെ കർത്താവിന്റെ കൽപ്പന നമ്മൾ മാനിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമ്മൾ ചെയ്യുന്നത് അത് യാഥാർത്ഥ്യത്തിൽ ഒരു ചിഹ്നമാണ്. हम परमेश्वर को प्रेम करता है तो प्रभु का वचन मान करके उसके अनुसार चलता है. നമ്മൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം ഉണ്ടാകും കർത്താവിന്റെ കൽപ്പനകൾ കർത്താവിന്റെ വചനങ്ങളെ നമ്മൾ മാനിച്ച് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. उस समय में हमें मिलने वाला सबसे श्रेष्ठ अनुभव क्या? ആ സമയത്തുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠ അനുഭവം നമ്മുടെ എന്തായിരിക്കും? यूहन्ना का सुसमाचार 14 अध्याय का 23 वचन. यूहन्ना 14 अध्याय 23 वचन आपको याद है कि प्रभु यीशु मसीह कहता है कि मतलब उस अवस्था में क्या रहेगा. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 വാക്യത്തിൽ നമ്മൾ കർത്താവിന്റെ വചനത്തെ നമ്മൾ അനുസരിക്കുവാണെങ്കിൽ അവിടെ എന്ത് പറ്റും? യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ वासम ചെയ്യും. यीशु ने उसको उत्तर दिया, यदि कोई मुझसे प्रेम रखेगा तो वह मेरे वचन को मानेगा, और मेरा पिता उससे प्रेम रखेगा, और हम उसके पास आएंगे और उसके साथ वास करेंगे. तो यहाँ पर हमको ये जानना है कि प्रभु का वचन जब हम मानकर चलता है, हमें एक बहुत बड़ा सौगंधी मिलता है. वो पिता और पुत्र के साथ है. एक प्रकार बोलेगा तो एक परमेश्वर के साथ का अनोखा संगति अनुभव करने का एक अच्छा अवसर हमें उस समय मिलता है. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിനെ നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ അനുസരിക്കുകയും ചെയ്യുവാണെങ്കിൽ ദൈവമായിട്ട് ഒരു കൂട്ടായ്മ, അതായത് ത്രിയേക ദൈവമായിട്ടുള്ള ഒരു ആഴമായിട്ട് ഉള്ള കൂട്ടായ്മയിൽ നമ്മൾ പ്രവേശിക്കുവാണ്. जब हम प्रभु का वचन से अगर दूर जाता है, എന്നാൽ നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ദൂരെ ആയി പോയാൽ उस समय में हमें ये संगति नष्ट होता അപ്പൊ ആ സമയത്തുള്ള ഈ കൂട്ടായ്മ നമ്മൾ നഷ്ടപ്പെടും. है. फिर हम क्या करता है? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? हम इस दुनिया की बातों में पाप की अवस्थाओं में होकर के उस स्वर्गीय आनंद से वंचित हो जाते हैं. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ലോകീയ അവസ്ഥയായി പോയിട്ട് പാപത്തിന്റെ അഭിലാഷത്തിന് നിവർത്തിക്കാനും ജഡമോഹത്തിന്റെ അഭിലാഷം നിവർത്തിക്കാനും നമ്മൾ പോകും. आज मैं वास्तव में विश्वास में एक नहीं मतलब परख करके जांच करके जानना मेरे लिए बहुत जरूरी बात है. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ വിശ്വാസത്തിലാണോ അല്ലയോ എന്ന് ഞാൻ ശരിക്കും അതിന് അറിയുകയും അതിന് ശോധന ചെയ്യുന്നത് അത് എനിക്ക് വേണ്ടി ലാഭമാണ്. क्योंकि मैं विश्वास में है तो मैं प्रभु का जो भी वचन मेरे ओर आता है वो वचन मानने के लिए मैं बहुत उलझाई रहेगा. കാരണം ഞാൻ വിശ്വാസത്തിലാണെങ്കിൽ കർത്താവിന്റെ ഏത് വചനം എനിക്ക് വേണ്ടിയിട്ടുള്ള വിഷയത്തിൽ എന്റെ ഉദ്ദേശത്തിൽ വരുവാണെങ്കിൽ അതിനെ ഞാൻ മാനിക്കാൻ ഞാൻ എപ്പോഴും അതിന് ഞാൻ തയ്യാറായിരിക്കും. प्रभु जो भी कहेगा एक शब्द में बहुत सामर्थ्य है. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ, കാരണം കർത്താവിന്റെ ഒരു വാക്കിൽ തന്നെ ഒത്തിരി ശക്തിയുണ്ട്. हम लोग अगर मत्ती के सुसमाचार 8 अध्याय का 10 वचन में जब पढ़ता है, മത്തായി സുവിശേഷം 8 अध्याയം 10 വാക്യം, മാത്യു 8:10, वहां पर मतलब एक सूबेदार का गवाही है. അവിടെ ഒരു അധികാരിയുടെ അവിടെ ഒരു വാക്യം പറയുന്നത് उसका 8 अध्याय का 10 वचन 8:10. यह सुनकर यीशु को अचंभा हुआ, और जो उसके पीछे आ रहे थे उनसे कहा, मैं तुमसे सच कहता हूँ कि मैंने इस्राएल में भी ऐसा विश्वास नहीं पाया. उसको और भी गहराई से समझने के लिए उसका 9 वचन भी पढ़ेगा. അതിന്റെ ആഴമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 9 വാക്യം കൂടെ വായിക്കുമ്പോൾ, क्योंकि मैं भी पराधीन मनुष्य हूँ और सिपाहियों मेरे अधीन है. जब मैं एक से कहता हूँ जा तो वह जाता है, और दूसरे से आ तो वह आता है, और जब अपने दास से कहता हूँ यह कर तो वह करता है. यह सुनकर यीशु को अचंभा हुआ, और जो उससे पीछे आ रहे थे उनसे कहा, मैं तुमसे सच कहता हूँ कि मैंने इस्राएल में भी ऐसा विश्वास नहीं पाया. और मैं तुमसे यह कहता हूँ कि पूर्व और पश्चिम से बहुत से लोग आकर अब्राहम और इसहाक और याकूब के साथ स्वर्ग में राज्य में बैठे. अभी यहाँ के विषय आपको समझ में आया होगा. അപ്പൊ ഇവിടുത്തെ വിഷയം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. वो सूबेदार क्या कहता है? ആ അധികാരി എന്ത് പറഞ്ഞു? मतलब वो कहता है कि मतलब तुम एक शब्द कहेगा तो കർത്താവ് ഒരു വാക്ക് പറഞ്ഞ അതിന് 8 വാക്യത്തിലാണ് आखिरी में നീ ഒരു കാര്യം കൽപ്പിച്ചാൽ മാത്രം മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. तुम मेरे घर में आने की जरूरत नहीं. ആ കർത്താവ് അങ്ങ് എന്റെ വീട്ടിൽ വരുന്നതിന്റെ അത് ആവശ്യമില്ല. तुम एक शब्द उसका 8 का आखिरी पढ़ना, केवल तू मुख से कह दे. सिर्फ तो एक मुंह से एक शब्द कह दे. നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. प्रियो
ये बहुत बड़ी बात है। പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വലിയ കാര്യമാണ്. आज हम जो वचन सुन रहा है ये प्रभु ने अपने मुंह से कहा हुआ वचन है. അതുകൊണ്ട് അതേപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനം കേൾക്കുന്നത് അത് ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനമാണ്. ये प्रभु का वचन है. ഇത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്. आज भी उस वचन का सामर्थ्य कभी कम नहीं हुआ. ഇന്നും കർത്താവിന്റെ വചനത്തിന്റെ ആ ശക്തി കുറഞ്ഞിട്ടില്ല. इस वचन पर जो भी विश्वास करेगा, ഈ വചനത്തിന് ആരോ വിശ്വസിച്ചാൽ वो प्रभु का महिमा देखेगा. അവൻ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. देखिए अभी उसने सिर्फ विश्वास किया कि प्रभु एक शब्द कहो कि मेरा दास चंगा हो जाएगा. ഇന്ന് ഇവിടെ നമ്മൾ കാണുമ്പോൾ ഈ അധികാരി ജസ്റ്റ് വിശ്വസിച്ചതേ ഉള്ളൂ. കർത്താവെ അങ്ങ് ഒരു ശബ്ദം കൽപ്പിച്ചാൽ മാത്രം മതി, അവിടെ എന്റെ വീട്ടിൽ എന്റെ ദാസൻ സൗഖ്യപ്പെട്ടോളൂ. तो फिर क्या हुआ? അപ്പോൾ എന്ത് പറ്റി? उसका 13 वचन में അതിന്റെ 13-ാം വാക്യത്തിൽ प्रभु ने बोला तुमने जैसे विश्वास किया वैसा होने दी. അപ്പൊ കർത്താവ് പറഞ്ഞത്, നീ എങ്ങനെ വിശ്വസിച്ചോ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. देखा क्या हुआ? അപ്പൊ എന്ത് പറ്റി? उसी क्षण ആ നേരത്ത് पढ़िए उसको 13 वचन पढ़िए. तब यीशु ने सूबेदार से कहा, जा, जैसा तेरा विश्वास है वैसा ही तेरे लिए हो, और उसका सेवक उस घड़ी चंगा हो गया. देखा, मतलब प्रियो प्रभु का वचन पर विश्वास करेगा तो जरूर आप प्रभु का महिमा देखेगा. അപ്പൊ കർത്താവിന്റെ വചനത്തിന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ സമയത്ത് കർത്താവിന്റെ അത്ഭുതത്തെ നമ്മൾ കാണാൻ പറ്റും. अभी यहाँ पर विश्वास किया, ഇവിടെ നമ്മൾ വിശ്വസിച്ചു, विश्वास के साथ बात भी माना. വിശ്വാസം ചെയ്തപ്പോൾ അവൻ അത് കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്തു. प्रभु आपने, मैं तो कह दिया आप एक शब्द कहेगा तो हो जाएगा, लेकिन अभी आप मेरे साथ आओ, ऐसे नहीं बोला. അവൻ ആ അധികാരി അങ്ങനെ പറയില്ല, കർത്താവ് പറഞ്ഞതൊക്കെ ശരിയാണ്, എന്നാൽ ഞാൻ അവിടെ പോയി വീട്ടിൽ പോയി നോക്കട്ടെ അത് യഥാർത്ഥത്തിൽ നടന്നോ എന്ന് അങ്ങനെ പുള്ളി ഷട്ട് ചെയ്തില്ല. उसने एकदम विश्वास करके उन्होंने गया और उन्होंने पूर्ण चंगाई में पाया. പുള്ളി ഒരു ഡൗട്ടും ചെയ്തില്ല, കാരണം പുള്ളി കർത്താവ് പറഞ്ഞു അത് അങ്ങനെ തന്നെ നടക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അവൻ പോയി. भैया आज हम विश्वास करता है कि हम विश्वास में है क्या? അതുകൊണ്ട് പ്രിയപ്പെട്ടവരും, നമ്മൾ വിശ്വാസം ചെയ്യുന്നുണ്ടോ? നമ്മൾ വിശ്വാസത്തിലാണോ? आज भी अभी कई बार कई लोग बोलेगा आपको क्या मालूम है कितना मुसीबत में है. ചിലവർ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്താ അറിയാം, ഞാൻ എത്ര വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? प्रियो मुसीबत में भी हम प्रभु की बात मानना है. എന്നാൽ ഈ ബുദ്ധിമുട്ടിന്റെ അവസ്ഥ വന്നാലും നമ്മൾ കർത്താവിന്റെ വചനത്തെ നമ്മൾ അനുസരിക്കണം. तभी हम एक आदर्शमय एक विश्वासी या गवाह बनेगा. അപ്പോഴേ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള നല്ല ആദർശമായിട്ടും സത്യജീവനുള്ള ഒരു സാക്ഷ്യമുള്ള വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. कई लोग क्या सोचता है, ചിലവർ എന്താ ചിന്തിക്കുന്നത്, सारे परिस्थिति अनुकूल है तो मैं विश्वास करूंगा. എല്ലാ പരിസ്ഥിതി എല്ലാ അവസ്ഥ എനിക്ക് വേണ്ടി നല്ലതാണെങ്കിൽ ഞാൻ നല്ലതായിട്ട് വിശ്വസിക്കാം, नहीं तो वो विश्वास में चलने के लिए तैयार नहीं. അല്ലെങ്കിൽ എന്റെ വിരുദ്ധമാണെങ്കിൽ മോശമാണെങ്കിൽ എനിക്ക് വിശ്വാസം നടക്കാൻ പറ്റത്തില്ല. ऐसा एक व्यक्ति कभी भी और लोगों के लिए एक आदर्श नहीं बन सकता. ഇങ്ങനെ സ്വഭാവമുള്ള ഒരു വ്യക്തി വിശ്വാസി മറ്റേ സഹവിശ്വാസികൾക്ക് നല്ല ഒരു ആദർശമാകാൻ പറ്റത്തില്ല. और उनको ऐसा विश्वासी भी कहलाना योग्य नहीं. ഇതേപോലത്തെ സ്വഭാവമുള്ള വിശ്വാസിയാണെന്ന് പറയാൻ പോലും ശരിയല്ല. आप തെസ്സലോനിക്ക मंडली के बारे में जानते हैं. നിങ്ങൾ തെസ്സലോനിക്ക സഭയുടെ വിശ്വാസികളുടെ സാക്ഷ്യം നിങ്ങൾ അറിയാലോ. पहला തെസ്സലോനിക്ക पहला अध्याय का 6 वचन में लिखा है. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1:6. तो देखिए अभी यहाँ पर कितना अच्छा गवाही है. आप देख सकता है कि बहुत കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. तुम बड़े क्लेश में पवित्र आत्मा के आनंद के साथ वचन को मानकर हमारी और प्रभु की सी चाल चलने लगे. देखिए बड़े क्लेश में भी തെസ്സലോനിക്ക मंडली के लोग परमेश्वर का वचन को माना. അതി കഷ്ടത്തിലും പ്രയാസത്തിലുമായിരുന്ന പോലും അവർ ദൈവത്തിന്റെ വചനത്തെ അവർ അനുസരിച്ചു. प्रियो आज हमें जानना है कि अपना जीवन की यात्रा में जरूर कष्ट क्लेश आएगा. उस समय में क्या हम प्रभु का वचन मानना छोड़ देंगे? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ വിശ്വാസത്തിന്റെ ഈ യാത്രയിൽ നമുക്ക് അനേക കഷ്ടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും പ്രതികൂലം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ മാറിപ്പോകുമോ? प्रियो प्रभु ने हमको आजाद किया. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി. स्वतंत्र किया ना? സ്വതന്ത്രരാക്കിയോ? क्योंकि जो भी मसीह में है वो स्वतंत्र है. കാരണം ആരൊക്കെ ക്രിസ്തുവിലാണോ അവൻ സ്വതന്ത്രരാണ്. जब गलातियों का पत्री 5 अध्याय का पहला वचन में हम पढ़ता है, ഗലാത്യ ലേഖനം 5:1, ഗലേഷ്യൻസ് ചാപ്റ്റർ 5:1. मसीह ने स्वतंत्रता के लिए हमें स्वतंत्र किया है, अतः इससे स्थिर रहो और दासत्व के जुए में फिर से न जूतो. സ്വാതന്ത്ര്യനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്.
प्रियो दास मतलब प्रभु ने आजाद करने के बाद में फिर उस दासत्व की जुआ में फिर से ना फंसे. അത് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മൾ അടിമ നുഖത്തിൽ നമ്മൾ പോവില്ലേ? बहुत मतलब ध्यान से समझने वाली बात. അപ്പൊ ഇത് ഏറ്റവും ആഴമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. आज कितने लोग प्रभु में आने के बाद में कई प्रकार की गलतियों में पापों में डूबते जा रहे हैं. ഇത് നമ്മൾ എത്ര പേര് കർത്താവിൽ വന്നു കഴിഞ്ഞിട്ട് സ്വതന്ത്രം പ്രാപിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് അവർ ഒരു അടിമ നുഖത്തിൽ ഒരു പ്രയാസത്തിൽ അവർ തിരിച്ചു പോകുന്നുണ്ട്. अगर हम प्रभु यीशु में विश्वास किया है तो प्रभु ने जरूर हमें आजाद किया है. കാരണം നമ്മൾ കർത്താവ് യേശുവിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വാസ്തവമായിട്ട് നമുക്ക് സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. आपको मालूम है ये യോഹന്നാൻ का सुसमाचार 8 अध्याय का 36 वचन में യോഹന്നാൻ 8 अध्याय 36 वचन യോഹന്നാന്റെ സുവിശേഷം 8:36 നമ്മൾ വായിക്കുന്നത് ജോൺ ഗോസ്പൽ 8:36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആമേൻ. इसलिए यदि पुत्र तुम्हें स्वतंत्र करेगा तो तुम सचमुच स्वतंत्र हो जाओगे. देखिए प्रभु यीशु मसीह अगर आपके जीवन में आ गया, प्रभु यीशु मसीह पर अगर आपने विश्वास किया है, प्रभु वो स्वतंत्रता सचमुच स्वतंत्रता है क्योंकि प्रभु ने आपको स्वतंत्र किया है. അത് പ്രിയപ്പെട്ടവർ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വാസം മുഖാന്തരം കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി. ആ സ്വതന്ത്രയുടെ അവസ്ഥ എന്ന് പറഞ്ഞ ഏറ്റവും സത്യമായ ഒരു സ്വതന്ത്രയുടെ അവസ്ഥയാണ്. Praise the Lord. ആമേൻ. इसका मतलब फिर भी हम हमारे जीवन में पाप होने का खतरा जरूर है. അതിന്റെ അർത്ഥം നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവർ, അതിന്റെ അങ്ങനെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പാപം തിരിച്ചു കേഴി വരാം. हम लोग जब प्रभु का वचन को अगर नहीं मानेगा तो वहां पर गुलामीपन का कार्य हो सकता है. എവിടെയൊക്കെ നമ്മൾ ഏത് അവസ്ഥയിലും നമ്മൾ കർത്താവിന്റെ വചനത്തെ അനുസരിക്കാതെ നമ്മൾ നടക്കുവാണെങ്കിൽ ആ സമയത്ത് തിരിച്ച് നമ്മൾ അടിമ നുഖത്തിൽ നമ്മൾ കയറും. इस आजादी में बना रहने के लिए जो भी चाहता है, അതുകൊണ്ട് ഈ സ്വതന്ത്രതയിൽ തന്നെ നിലനിൽക്കാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ वो वचन को भी जानना और मानना जरूरी बात है. ആ വിശ്വാസി വചനത്തിനെ കേൾക്കുകയും അനുസരിക്കുകയും അതനുസരിച്ച് നടക്കുകയും ചെയ്യാനും അതിനാവശ്യമുള്ള കാര്യമാണ്. वो सिर्फ विश्वास किया हुआ हमारा काफी नहीं, വിശ്വസിച്ചു എന്ന് പറയുന്നത് മാത്രം അത് മാത്രം പോരാ, वचन में बना रहना जरूरी है. വചനത്തിൽ നിലനിൽക്കണം എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. आप विश्वास किया बहुत अच्छी बात है. വിശ്വാസം ചെയ്തു നല്ല കാര്യമാണ്. प्रभु ने आपके ऊपर बहुत बड़ा दया किया है. കാരണം കർത്താവ് നമ്മുടെ മേളിൽ എത്ര വലിയ ദയയല്ല ദൈവം നമ്മുടെ മേളിൽ ചെയ്തത്. लेकिन हम उसके वचन पर भी बना रहना, तभी आप इस आजादी के अनुभव में बना रह पाएगा. എന്നാൽ നമ്മൾ ആ വചനത്തിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ, വചനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ മാത്രമേ ഈ സ്വതന്ത്രയുടെ സന്തോഷം നമ്മൾ നടക്കാൻ പറ്റുള്ളൂ. आज बहुत से लोगों का मतलब विश्वासियों का चेहरा देखेगा तो ऐसा लगता है कि वो कुछ ना कुछ गुलामी में, बहुत दबाव में, बहुत दुखी और निराश में पड़े हैं, ऐसे दिखता है. ഇന്ന് നമ്മള് വിശ്വാസികളുടെ മുഖത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ മുഖ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ എന്തോ ഒരു അടിമ മുഖത്തിലാണ്, എന്തോ ഒരു ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടത്തിലാണെന്ന് അവരുടെ മുഖം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. दिल का दर्पण है चेहरा कहा जाता है. കാരണം നമ്മൾ അറിയാലോ, നമ്മുടെ ഹൃദയത്തിന്റെ ആ മിറർ അല്ലെങ്കിൽ അതിന്റെ അയനയാണല്ലോ മുഖപ്രകാശം. Praise the Lord. ആമേൻ. और हमारा हृदय में प्रभु यीशु मसीह की प्रभुत्व है तो जरूर हम प्रभु का वचन में बना रहेगा. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ ആ പ്രകാശനം ഉണ്ടെങ്കിൽ, കാരണം കണ്ണാടി പോലെ കർത്തൃത്വം, അവന്റെ കർത്തൃത്വം ഉണ്ടെങ്കിൽ എന്നാൽ നമ്മുടെ മുഖത്തിൽ ആ സന്തോഷം നമുക്ക് കാണാൻ പറ്റും. अभी आप देखिए यहाँ पर वही अध्याय में യോഹന്നാൻ 8 अध्याय का 31-32 वचन में प्रभु में विश्वास किया यहूदियों को प्रभु क्या कहता है, आप ध्यान से सुनिएगा. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-32 വാക്യം വായിക്കുമ്പോൾ കർത്താവിനെ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് എന്തോ പറയുന്നത്? ജോൺ ഗോസ്പൽ 8:31-32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. तब यीशु ने उन यहूदियों से जिन्होंने उस पर विश्वास किया था कहा, यदि तुम मेरे वचन में बने रहोगे तो सचमुच मेरे चेले ठहरोगे, तुम सत्य को जानोगे और सत्य तुम्हें स्वतंत्र करेगा. तो यहाँ पर आप ये बात को जानना है कि अगर आप वचन पर बने नहीं रहते हैं, आप गुरु का वचन सुनते हैं पर उस पर बने नहीं रहते हैं, उसको मानकर नहीं चलते हैं, तो इस सच्चा आजादी का अनुभव में बना नहीं रह पाए. അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നു, എന്നാൽ അതിൽ നമ്മൾ ആശ്രയിക്കുന്നില്ലെങ്കിൽ, അതിൽ നമ്മൾ വിശ്വാസത്തോടെ മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ശിഷ്യനായി നമുക്ക് നടക്കാൻ പറ്റത്തില്ല. आज आप किसका दास है ये क्लियर जानो. അതുകൊണ്ട് നമ്മൾ വചനം അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ സ്വതന്ത്ര അവസ്ഥയിൽ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് സ്വതന്ത്രരാണോ അതോ നമ്മൾ ഏതിന്റെ അടിമ നുഖത്തിലാണോ നമുക്ക് അറിയണം. इस दुनिया में दो ही गुलाम है. ഈ ലോകത്തിൽ രണ്ട് പ്രകാരമുള്ള ദാസന്മാരുള്ളൂ. तो मतलब एक प्रकार बोलेगा तो ये जो मतलब
गुलाम जो शब्द जो है बहुत गहरा एक शब्द है. നമ്മൾ ദാസൻ എന്ന് അല്ലെങ്കിൽ അടിമനുഖത്തിലുള്ളവർ ദാസൻ എന്ന് പറയുമ്പോൾ അത് അടിമ എന്ന് പറയുമ്പോൾ അതൊരു ആഴമായ ഒരു കാര്യമാണ്. एक दास और गुलाम में बहुत अंतर है. ഒരു ദാസനും ഒരു അടിമ എന്ന് പറയുമ്പോൾ രണ്ടിലും വ്യത്യാസമുണ്ട്. हम लोगों ने कल भी हमने देखा प्रभु ने हमें खरीदा. एक समय में മനുഷ്യ ഖരീദി ബിക്രി होते थे. നമ്മൾ ഇന്നലെ നമ്മൾ വായിച്ചല്ലോ ദൈവം നമ്മൾ മൂലദാനം കൂടെ നമ്മൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു സമയത്ത് മനുഷ്യന്മാരെ വിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. वो लोग उस समय के लोग ये मतलब खरीदा बोलने से या गुलाम वो बातों को गहराई से समझ सकते हैं. അപ്പൊ അതുകൊണ്ട് ആ സമയത്തുള്ള ആൾക്കാർക്ക് ഈ മനുഷ്യനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയും അതിന്റെ അവന്റെ ആ അടിമ എന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അത് അവർക്കറിയാം. अभी ये लिखने के समय में ऐसी अवस्था था. അപ്പൊ ഈ സമയത്ത് ഈ വചനം എഴുതുമ്പോൾ സമയത്ത് ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. आज का पीढ़ी में ये बात को समझने के लिए अभी भी कुछ मतलब दुनिया में कुछ अफ्रीकन देशों में ऐसा कुछ कार्य चलता है. അപ്പൊ ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് ഈ യുഗത്തിലോ അല്ലെങ്കിൽ ഈ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്നാലും ചില ആഫ്രിക്കൻ ദേശത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും അടിമനുഖമുണ്ട്. पिछले दिन में ऐसा कुछ न्यूज आया था. ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ന്യൂസ് വായിച്ചായിരുന്നു. प्रेज़ द लॉर्ड. मैं एक बात आपको बताना चाहूंगा. ഞാനൊരു കാര്യം പറയാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് एक गुलाम बोलेगा तो वो सिर्फ स्वामी की इच्छा ढूंढने वाला और स्वामी को प्रसन्न करने में हमेशा दिलचस्पी रखने वाला है. ഒരു അടിമ എന്ന് പറയുമ്പോൾ അവൻ വാങ്ങിച്ച ആ മാലിക് അല്ലെങ്കിൽ ആ മാസ്റ്ററിന്റെ ഇച്ഛ എന്താണ് അത് അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഒരു അടിമയുടെ ജോലി. एक दास बोलेगा तो उसको 8 घंटा 10 घंटा काम के लिए मतलब वो आया होगा, वो अपना समय पर काम करके निकल जाएगा अपना पैसा लेकर के, उसको वापस उस स्वामी के साथ कोई संबंध नहीं. എന്നാൽ ഒരു ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് 8 മണിക്കൂർ 10 മണിക്കൂർ വീട്ടിൽ വന്ന് ജോലി ചെയ്തു അതനുസരിച്ച് കൂലി എടുത്തോണ്ട് പോവാ. അവന്റെ സ്വാമിയുടെ ഇച്ഛ എന്താണ് അവന്റെ പ്രഭുവിന്റെ ഇച്ഛ എന്താന്ന് അറിയേണ്ട ആവശ്യമില്ല. वो जो भी उसको काम मिला वो जैसा मतलब कर सकता है वो कर करके उसमें स्वामी खुश है क्या निराश है क्या उसको मतलब वो मतलब नहीं वो और निकल जाता है. उस स्वामी को उसके ऊपर वापस कोई अधिकार नहीं. ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീട്ടിൽ വന്ന് ജോലി ചെയ്യുക എത്രയും സമയം അവന് തന്നു അത്രയും അവൻ ജോലി ചെയ്തോണ്ടിരിക്കുക. അവന്റെ സ്വാമീന് സന്തോഷമാണോ തൃപ്തനാണോ ഇത് ശരിക്കും ചെയ്തോ ഇല്ലയോ അതൊന്നും അവന് വിഷയമല്ല. കാരണം അവൻ വരുക ജോലി ചെയ്യുക കൂലി എടുത്തിട്ട് പോവാ. परंतु एक गुलाम ऐसा नहीं. എന്നാൽ ഒരു അടിമ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. गुलाम वाली बात वो 24 घंटे का गुलाम है. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും അവൻ ആ അടിമ നുഖത്തിലാണ്. या पूरा जीवन भर गुलाम है. അതായത് അവന്റെ മൊത്തം ജീവിതം ഒരു അടിമ നുഖത്തിലാണ്. और वो हमेशा मतलब स्वामी जो भी कहता है उसको बिल्कुल स्वामी को प्रसन्न करके काम करना ही पड़ता है. അപ്പൊ യജമാനൻ എന്തോ പറയുന്നു യജമാന്റെ ഹൃദയ ആഗ്രഹം എന്താണെന്ന് എപ്പോഴും ആ കാര്യം അറിഞ്ഞ് ഈ യജമാനൻ എപ്പോഴും സന്തോഷിപ്പിക്കണം എന്നുള്ള വിഷയത്തിൽ മാത്രമേ കാര്യം ചെയ്യുള്ളൂ. तो ऐसा है तो आज हमारे विषय में हमें उस गुलाम का रीति में अपने आप को समझ करके हमारा स्वामी हमारा प्रभु यीशु मसीह को प्रसन्न करने के लिए हमें लेवलिन देना चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും ഇന്ന് ഈ കർത്താവിന്റെ അടിമത്തിന്റെ അവസ്ഥയിലായപ്പോൾ നമ്മുടെ സ്വാമിയായ നമ്മുടെ കർത്താവായ നമ്മുടെ പ്രഭുവായ കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് ആ കർത്താവിന്റെ ഹിതം എന്താണെന്ന് അനുസരിച്ച് നമ്മളും ആ ജീവിതത്തിൽ നമ്മൾ ജീവിക്കണം. आज हमारा स्वामी हमारे ऊपर कोई दबाव नहीं करता. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ സ്വാമി നമ്മുടെ പ്രഭു നമ്മുടെ മേലുള്ള ഒരു അധികാരം നമുക്കുമല്ല. हमें पूर्ण आजादी दिया हुआ है. നമുക്ക് പൂർണ്ണ സ്വതന്ത്രത നമുക്ക് തന്നിട്ടുണ്ട്. लेकिन हमें आजादी मिला बोल करके हम प्रभु का इच्छा ना जानते हुए जीवन बिताना हमारे लिए धोखा है. എന്നാൽ നമ്മൾ എന്റെ അധികാരിയുടെ ഇച്ഛ എന്താന്ന് ഞാൻ അറിയാതെ ഞാൻ സ്വതന്ത്രത്തിൽ ജീവിക്കാമെന്ന് പറഞ്ഞ് എന്റെ സ്വാമി ഇനി എന്താ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് എനിക്ക് ചതിയായി മാറും. आज मैं उस अच्छा स्वामी के गुलाम होकर के दास बन करके जीवन बिताता है. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്റെ സ്വാമിയുടെ എല്ലാ ഹൃദയ ആഗ്രഹം അറിഞ്ഞ് ഒരു നല്ല അടിമയായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? मैं अभी भी अगर पाप में जीवन बिताता है ഞാൻ ഇപ്പോഴും ഞാൻ പാപത്തിൽ ജീവിക്കുവാണെങ്കിൽ तो मैं उस स्वामी से अलग हो गया. ഞാൻ ആ സ്വാമിയിൽ നിന്ന് ഞാൻ ദൂരെ ആയി പോയി. मेरा जीवन बहुत एक खतरनाक अनुभव में. എന്റെ ജീവിതം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു വല്ലാത്ത മോശമുള്ള അവസ്ഥയിലായി പോകും. देखिए यहाँ पर प्रभु यीशु मसीह उसी अध्याय में यूहन्ना 8 अध्याय का 34 वचन में ഇവിടെ നമ്മൾ നോക്കുന്നത് യോഹന്നയുടെ സുവിശേഷം 8:46 ജോൺ 34 ജോൺ 8:34 യോഹന്നാ उसका 8 अध्याय का 34 वचन 8:34 അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു അടിമയാകുന്നു. यीशु ने उनको
उनको उत्तर दिया, मैं तुमसे सच सच कहता हूँ कि जो कोई पाप करता है वो पाप का दास है। तो यहाँ पर प्रभु का वचन क्लियर कहता है कि जो पाप करता है वो पाप का दास है। ഇവിടെ നമ്മൾ വായിച്ചു, നമ്മൾ ആര് പാപം ചെയ്യുന്നു അവൻ പാപത്തിന്റെ അടിമയാണ്. तो अभी हमारे जीवन में हमें प्रभु ने पाप करने के लिए अलग नहीं किया, അതുകൊണ്ട് ദൈവം നമ്മളെ പാപം ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മാറ്റി വെച്ചത്, हमें धर्म के काम करने के लिए अलग किया। എന്നാൽ നീതിയുടെ കാര്യം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി സെപ്പറേറ്റ് ആക്കി വെച്ചത്. जब रोमियो का पत्र उसके 16 अध्याय के आखिरी वचन 6 अध्याय का 16 वचन की आखिरी भाग में, रोमियो 6 अध्याय का 16 वचन की आखिरी भाग में लिखा है, റോമാലേഖനം 6:16 അവസാനത്തിൽ നമ്മൾ വായിക്കുന്നു, റോമൻസ് 6:16 ലാസ്റ്റ് പാർട്ട്. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. चाहे पाप के जिसका अंत मृत्यु है, चाहे आज्ञाकारिता के जिसका अंत धार्मिकता है. देखिए, एक ही आप पाप करता है, नहीं तो आज्ञाकारिता में रहता है. അപ്പൊ രണ്ട് കാര്യം നമ്മൾ നോക്കിക്കുക, അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കുന്നു. तो अभी मैं किसका दास है? അപ്പൊ നമ്മൾ ഞാൻ ആരുടെ അടിമയാണ്, ये बात को जानना है. ഇത് നമുക്ക് അറിയണം. उसके 19 वचन में 19 വാക്യത്തിൽ 19 നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതി അടിമകളായി സമർപ്പിപ്പീൻ. मैं तुम्हारी शारीरिक दुर्बलता के कारण मनुष्य की रीति पर कहता हूँ, जैसे तुमने अपने अंगों को कुकर्म के लिए अशुद्धता और कुकर्म के दास करके सौंपा था, वैसे ही अब अपने अंगों को पवित्रता के लिए धर्म के दास करके सौंप दो. मराठी में पढ़ेगा तो गुलाम मिलेगा. हाँ, आप थोड़ा पढ़ेंगे. तसे आता आपले अवयव पवित्रीकरणाकरिता नीतिमत्वाला गुलाम असे समर्पण करा. देखिए, गुलाम एक्चुअली वहां पर सब गुलाम शब्द आना चाहिए. ഇവിടെ എല്ലാ അടിമ എന്ന ശബ്ദമാണ് വരേണ്ടത്. ഗ്രീക്കിൽ ഡൂലോസ് മീൻസ് ഗുലാം, वो शब्द ही आना चाहिए. ഗ്രീക്കിൽ നമ്മൾ വായിച്ചാൽ ഡൂലോസ് അതിന്റെ അർത്ഥം ഒരു അടിമ എന്ന അർത്ഥത്തിലാണ്. तो हमें ये बात को जानना है. അതുകൊണ്ട് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കേണ്ടത്, एक गुलाम व्यक्ति हमेशा स्वामी की इच्छा ढूंढता है और स्वामी को आनंदित करने के लिए हमेशा प्रयास में रहता है. ഒരു അടിമയുടെ വിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും അവന്റെ യജമാനന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുകയും ആ ഇഷ്ടത്തെ പൂർത്തീകരിക്കുകയും എപ്പോഴും അവന്റെ മാലിക്കിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. तो मसीह जीवन में किसी प्रकार भी कोई भी व्यक्ति कभी भी ऐसा मतलब पाप का गुलाम बन सकते हैं. അതുകൊണ്ട് വിശ്വാസി ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയില്ല ഏത് സമയത്തും എപ്പോഴും നമ്മളെ ഈ പാപത്തിന്റെ ദാസത്വത്തിലോട്ട് നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു വാക്യം एक वचन मैं आपको पढ़ना चाहूंगा, दूसरा पत्रोस उसका दूसरा अध्याय का 19 वचन. 2 പത്രോസ് 2:19, 2 Peter chapter 2 verse 19. തങ്ങൾക്ക് തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനോട് അടിമപ്പെട്ടിരിക്കുന്നു. वे उन्हें स्वतंत्र करने की प्रतिज्ञा तो करते हैं, पर आप ही सड़ाहट से दास है, क्योंकि जो व्यक्ति जिसे हार गया है वो उसका दास बन जाता है. देखिए, एक व्यक्ति पाप में जीते हुए दूसरे को आजादी देगा करके मतलब बेदाना कितना बड़ा धोखा है. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒരു വ്യക്തി പാപത്തിന്റെ അടിമയിൽ ജീവിക്കുമ്പോൾ മറ്റവർക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് ഇങ്ങനെ പറയുവാണെങ്കിൽ അത് എത്ര വലിയ തെറ്റിദ്ധാരണയാണ്. मसीह जीवन वास्तव में पाप से छुटकारा आकर के एक विजय जीवन बिताने वाला है. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ കിട്ടിയ സ്വതന്ത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്വാതന്ത്ര്യ ജീവിതമാണ്. आज एक सच्चा पवित्र जीवन बिताने में हम कहां तक विजयी होता है. അതുകൊണ്ട് ഇന്ന് നമ്മൾ യഥാർത്ഥ വിശുദ്ധമായ ജീവിതം ജീവിക്കാൻ വേണ്ടി എത്ര നമ്മൾ ശ്രമിക്കുന്നുണ്ട്. कई लोग पाप में जीते हुए आजादी की घोषणा करते हैं. ചിലവർ പാപത്തിൽ ജീവിച്ചിട്ട് സ്വതന്ത്രയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. परंतु वो ऑलरेडी पाप में डूबे हुए हैं. അവർ തന്നെ ദാസത്വത്തിന്റെ അടിമയിൽ അതിന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. यहाँ पर वचन कहता है, एक व्यक्ति किस पाप में हर जाता है वो उसका गुलाम बन जाता है. ഇവിടെ നമ്മൾ വായിച്ചത് ഒരു വ്യക്തി ഏത് കാര്യത്തിൽ തോക്കുന്നോ അതിന്റെ അടിമ നുഖത്തിലാണ് വീഴും. प्रियो, आज किसी प्रकार का किसी गलतियों में हम मतलब गिरे हुए हैं या ऐसा धोखा खाए हुए हैं. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ഏതിലും
എന്തെങ്കിലും തെറ്റോ പാപം എന്ന അവസ്ഥയിൽ നമ്മൾ വീണിരിക്കുവാണോ? मैं कई बार एक दृष्टांत बताता है। ഞാൻ എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. एक गंजा व्यक्ति मेरे जैसा बाली नहीं है, पर लो मैं एक तेल भेज रहा है, बोलता है कि ये तेल लगाएगा तो आपको, और एक फोटो दिखाता है, देखो इस प्रकार आपको बाल आएगा बोल करके अच्छा बाल वाला कहीं के पिक्चर दिखाता है। ഒരിക്കലും ഒരു വ്യക്തി ആൾക്ക് തലയിൽ മുടിയില്ല, എന്നിട്ട് ആൾ എന്തോ വിൽക്കുന്ന നല്ല മുടി വരാൻ ഉള്ള ഒരു എണ്ണ വിൽക്കുക. എന്നിട്ട് ആൾ എന്തോ പറയുന്നത്, സ്വന്തം ആൾക്ക് മുടിയില്ല, ആൾക്ക് മുടി ഒന്നും ഇല്ല, തലമുട്ടയാണ്. എന്നിട്ട് ആള് നല്ല ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാ, ആരൊക്കെ ഈ എണ്ണ പറ്റിയാൽ അവർക്ക് ഈ ആളുടെ പോലെ നല്ല ഒരു മുടി വരുമെന്ന് പറഞ്ഞ് എപ്പോഴും എണ്ണ വിൽക്കാൻ വരുവാണെങ്കിൽ ആളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ആരെങ്കിലും ആ വ്യക്തിനെ വിശ്വസിക്കുവോ? समझदार होगा तो क्या बोलेगा? ബുദ്ധിമാൻ മനുഷ്യനാണെങ്കിൽ എന്ത് പറയും? पहले आपका सिर पर लगाओ और आप अपनी जीवन से ये दिखाओ, देखो मैं पहले ऐसे था, आज ये तेल लगाने से मेरे को देखो ऐसा बाल आया करके बोलेगा तो सारे लोग लेगा. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബുദ്ധിമാൻ വന്നിട്ട് എന്ത് പറയും? നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ കാണിക്കുക. നിങ്ങൾ ആദ്യം ഈ എണ്ണ നിങ്ങളുടെ തലയെ പറ്റിയിട്ട് എന്നിട്ട് മുടി വരുമ്പോൾ നിങ്ങൾ തന്നെ കാണിച്ച് പറ, ആദ്യം ഞാൻ ഇങ്ങനെ മൊട്ടത്തലയായിരുന്നു, ഇപ്പോൾ എന്റെ തലയിൽ ഇത്രയും മുടി ഉണ്ടെന്ന് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറും. भैया हमारे जीवन में आज बहुत से मसीह लोगों का गवाही को कोई सामर्थ्य नहीं, उनके जीवन के द्वारा दूसरे लोग प्रभु के पास नहीं आता. कारण क्या है? उनको गवाही नहीं, वो कहीं ना कहीं पापों में डूबे हुए. ഇത് നമ്മളെ വിശ്വാസികളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ സാക്ഷ്യത്തിൽ ഒരു ശക്തിയില്ല. അവർ മുഖാന്തരം കർത്താവിൽ ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല, കാരണം അവരുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമില്ലാത്ത അവസ്ഥയിലാണ്. मैं एक बात आपको बताना चाहता हूँ प्रियो, कभी भी उद्धार पाने के बाद में एक निश्चिंत जीवन बिताना खतरा है. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ വിശ്വാസത്തിലായി വന്നു കഴിഞ്ഞിട്ട് ഒരു ചിന്ത ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കുവാണെങ്കിൽ അതൊരു വഞ്ചനയാണ്. आपको मालूम है कि एक विश्वासी लड़ाई के मैदान में है. കാരണം നമുക്ക് അറിയേണ്ടത് ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും ഒരു യുദ്ധഭൂമിയിലാണ്. वो कभी भी दुश्मन के द्वारा धोखा खा सकता है. അവൻ എപ്പോഴേലും ശത്രു വന്ന് അവനെ വഞ്ചിക്കാനുള്ള അവസ്ഥ അവനുണ്ട്. वो मौका ढूंढते रहता है. കാരണം പിശാച് എപ്പോഴും അവസരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. हमारे आत्मीय जीवन को तोड़ने के लिए, हमारा गवाही को नष्ट करने के लिए, നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മളെ വീഴ്ത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ സാക്ഷ്യത്തിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. देखिए जब रोमियों का पत्री 7 अध्याय का 11 वचन, റോമാ ലേഖനം 7:11, റോമൻസ് 7:11, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. देखो कितना बड़ा खतरनाक चेतावनी है. पढ़िए उसको 7 का 11. क्योंकि पाप ने अवसर पाकर आज्ञा के द्वारा मुझे बहकाया और उसी के द्वारा मुझ पर मार भी डाला. देखा, मुझको मार भी डाला, वो पाप के द्वारा मुझको मार डाला. अवसर दे करके वो मेरे जीवन में आकर के मुझे मार डाला. പാപം അവസരം നോക്കി കഴിഞ്ഞപ്പോൾ, നല്ല അവസരം കിട്ടി കഴിഞ്ഞപ്പോൾ എന്നിൽ വരികയും എന്നെ വഞ്ചിക്കുകയും എന്നെ കൊല്ലുകയും ചെയ്തു. बोलने का अर्थ प्रियो, हम मसीह जीवन में कितना सावधान रहना चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ എത്ര സൂക്ഷ്മയോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. कितनी लोग पापों में गिरने के बाद में सच्चा मन फिरावट ना होते हुए वापस पाप में ही जीते रहते हैं. ഇത് വിശ്വാസികളുടെ യഥാർത്ഥത്തിൽ പാപത്തിൽ ജീവിച്ചു കഴിഞ്ഞിട്ട് യഥാർത്ഥ മാനസാന്തരം ഇല്ലാതെ പിന്നെയും ആ പാപത്തിന്റെ അവസ്ഥയിൽ തന്നെ ജീവിക്കുകയാണല്ലോ. प्रियो ऐसा अवस्था में रहना एक प्रभु का जन से संभव है क्या? ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ, പാപമുള്ള അവസ്ഥയിൽ തന്നെ ജീവിക്കുന്ന അവസ്ഥയിലാണ് യഥാർത്ഥ വിശ്വാസിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? आज हमारे बहुत लोग कुछ दिन अच्छा प्रभु में जीवन बिताने के बाद कंटिन्यूस भाव में जीवन बिताते रहता है. അത് നമ്മൾ ഒത്തിരി വിശ്വാസികൾ നാം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ജീവിതങ്ങളൊക്കെ നല്ല സന്തോഷത്തോടെ ഉത്തേജനത്തോടെയാണ്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർ ദുഃഖത്തോടെ നിരാശയിലാണ് ജീവിക്കുന്നത്. ആ ജീവിതത്തിൽ അവർ അനേക उस जीवन में वो लोग बहुत से भावों में ऐसा चलते रहता है. കാരണം അവരുടെ ജീവിതത്തിൽ അവസാനമായപ്പോൾ അവർ ഒത്തിരി പാപത്തിൽ നടക്കാൻ തുടങ്ങി. ऐसे संभव है क्या? ഇങ്ങനെ സംഭവമാണോ? ये कभी संभव नहीं प्रिय. ഇത് ഒരിക്കലും സംഭവമല്ല. हमारे जीवन में पाप हो सकता है, हमारे से पाप मतलब संभव है. നമ്മുടെ ജീവിതത്തിൽ പാപം നമുക്ക് അറിയാതെ അറിഞ്ഞാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പാപത്തിൽ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. परंतु वो पाप में कभी भी बना नहीं रहेगा. എന്നാൽ ആ പാപത്തിൽ വസിക്കത്തില്ല. वो पाप करते ही नहीं रहेगा. ആ പാപം ചെയ്തുകൊണ്ടിരിക്കത്തില്ല. जब एक सच्चा उद्धार पाया व्यक्ति है तो, ഒരു യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, गलती हो गया तो जरूर पवित्र आत्मा उसको याद दिलाएगा. കാരണം അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പരിശുദ്ധാത്മ അവൻ ഓർമ്മിപ്പിക്കും. वो मन फिरेगा, അവൻ മാനസാന്തരപ്പെടും, प्रभु के साथ मेल खाएगा. കർത്താവുമായിട്ട് തിരിച്ച് അവൻ യോജിക്കും. देखिए मतलब जब पहला യോഹന്നാൻ 3 अध्याय का 9-10 वचन, 1 യോഹന്നാൻ 3:9-10, 1 John chapter 3:9-10. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ
അവന് പാപം ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. जो कोई परमेश्वर से जन्मा है वह पाप नहीं करता, क्योंकि उसका बीज उसमें बना रहता है और वह पाप कर ही नहीं सकता, क्योंकि परमेश्वर से जन्मा है. इससे परमेश्वर की संतान और शैतान की संतान जाने जाते हैं. जो कोई धर्म के काम नहीं करता वह परमेश्वर से नहीं, और न वह जो अपने भाई से प्रेम नहीं रखता. देखिए यहाँ पर एक व्यक्ति वास्तव में उद्धार पाया है कि नहीं, नया जन्म पाया है कि नहीं, प्रभु का जन्म है कि नहीं, इसका सही पहचान यहाँ पर യോഹന്നാൻ बताता है. ഇവിടെ യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ ഈ യോഹന്നാൻ ശരിക്കുമായിട്ട് ഒരു യഥാർത്ഥ വിശ്വാസിയാണോ, രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്നുള്ള ആ വ്യത്യാസത മനസ്സിലാക്കി തരുന്നുണ്ട്. एक परमेश्वर का जन कौन है, एक शैतान का बेटा कौन है, ये इसका फर्क जरूर जानना चाहिए. ദൈവത്തിന്റെ മക്കൾ ആരാണ്, പിശാചിന്റെ മക്കൾ ആരാന്നുള്ള വ്യത്യാസം നമുക്ക് അറിയണം. मैं एक बात आपको बताना चाहता हूँ, आत्मिक दुनिया बहुत धोखा खाने वाला एक ऐसा दुनिया है. കാരണം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ആത്മീയ ലോകം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമുക്ക് ധോക്ക അല്ലെങ്കിൽ നമുക്ക് വഞ്ചിക്കുന്ന ഒരു അവസ്ഥയിലാണ്. क्योंकि इस झूठे लोग इसके अंदर बहुत प्रवेश किए हुए. കാരണം ഒത്തിരി കള്ളം പറയുന്ന ആൾക്കാർ ഇതിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ये उन लोगों के द्वारा बहुत प्रकार का धोखा हमें होता है. അവർ മുഖാന്തരം ഒത്തിരി ചതിയും വഞ്ചനയുള്ള അവസ്ഥയിൽ നമ്മൾ ആകുന്നുണ്ട്. क्योंकि वो लोग वास्तव में नया जन्म नहीं पाए. കാരണം അവര് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല. वे लोग मंडली में क्यों आया? എന്നാൽ അവർ സഭയിൽ എന്തിനാ വരുന്നത്? इस मंडली में जाएगा तो उधर अच्छा मतलब विश्वासी लोग है, धनवान लोग है, हमको वहां पर जाएगा तो उन लोग हमें मदद करेगा, हमें पैसा मिलेगा, इस इच्छा में आने वाले लोग है. അപ്പൊ ഇവരെന്തോ ചെയ്യുന്നത്, ഈ സഭയിൽ പോയി കഴിഞ്ഞാൽ ഇവർ നല്ല ആൾക്കാരാ, ചില ധനവാന്മാരും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ നമ്മളെ സഹായിക്കും, ഒത്തിരി പൈസ തരും, ഒത്തിരി ഹെൽപ്പ് നമുക്ക് കിട്ടുമല്ലോ. मैं एक बात आपको बताना चाहता हूं, അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, किसी की मदद करना कोई बुरा नहीं. നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നത് തെറ്റല്ല. परंतु जो नया विश्वास जब विश्वास में आते ही अगर आप उनको पैसा से उनको ऐसे मदद करेगा तो वो व्यक्ति का जीवन में पैसा की लालच बढ़ जाएगा, प्रभु का शरण उसको नष्ट हो जाएगा. അപ്പൊ ഒരു പുതിയ വിശ്വാസി ആരിലും വരുവാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വരുമ്പോൾ ആ പുതിയ വിശ്വാസിനെ തന്നെ നിങ്ങൾ പൈസയുടെ സഹായം ചെയ്ത് ഒത്തിരി സഹായം ചെയ്ത അവസ്ഥയിൽ നമ്മൾ ആ സഹോദരനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് പറ്റും? കർത്താവിനെ ആശ്രയിച്ച് വിട്ടിട്ട് ധനത്തിന്റെ മോഹത്തിൽ അവനെ ആശ്രയിച്ച് ജീവിക്കും. मैं आपको बताना चाहता हूँ, आपका इस विषय में बहुत लोगों ने धोखा खाया और बहुत लोगों ने मतलब ठोकर भी खाया. ഞാൻ ഈ വിഷയം പറയാനാകുന്നത് ഈ വിഷയത്തിൽ ഒത്തിരി പേര് ചതിയിൽ വീണിട്ടുകൊണ്ട് അവർ ഇടർച്ചയും വന്നിട്ടുണ്ട്. कुछ लोग वास्तव में प्रभु के मंडली में आ गया तो उनको प्रभु मिलना चाहिए और प्रभु में बढ़ना चाहिए, प्रभु से भरोसा करके प्रभु से पाना चाहिए, वो सिखाना है. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സഭയിൽ വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ സഭയുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ പറ്റി കേൾക്കണം, കർത്താവിനെ പറ്റി അറിയണം, കർത്താവ് എന്താ സഹായം ചെയ്യാൻ പറ്റും ആ കർത്താവിൽ തന്നെ പ്രാപിക്കുന്ന അവസ്ഥയിൽ, ആ വിശ്വാസത്തോടെ ജീവിക്കുന്ന അവസ്ഥയിൽ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കണം എന്നാണ്, ആ കാര്യങ്ങളാണ് സഭയിൽ പഠിപ്പിക്കേണ്ടത്. परंतु मैंने देखा पिछले दिनों में कुछ ऐसा नए लोग आया, एक्चुअली वो पूरे उद्देश्य से आया होगा, उन्होंने कई लोगों से पैसा लिया और उनको क्या कहता है, उनके पास है ना, उनके पास है, हमको थोड़ा दे दिया तो क्या हो गया, वापस वो प्रभु को भी छोड़ करके चला गया. അപ്പൊ ഞാൻ കണ്ടത് ചില യുവാക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കർത്താവിന്റെ സന്നിധിയിൽ വരും, സഭയിൽ അവർ വരും, എന്നിട്ട് ജനങ്ങളോട് അവരെന്തോ പറയുന്നത്, ഇച്ചിരി പൈസ സഹായം വിശ്വാസത്തോട് അവർ ചോദിച്ചിട്ട് അവരെന്തോ പറയുന്നത്, ആ കർത്താവിലുണ്ടല്ലോ, നിങ്ങൾക്ക് ദൈവം നിങ്ങളെ സഹായിക്കും, ഇങ്ങനൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസികൾ അവിടെ മേടിച്ചിട്ട് അവർ പിന്നെ സഭ വിട്ടുപോയി. എന്നിട്ട് ഇപ്പൊ അവരുടെ അവസാനം എന്താ? അവർ വിശ്വാസവും വിട്ടുപോയി. आप देखना, ഇങ്ങനെ നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണേ. हमारे जीवन में प्रियो हम लोग मतलब जरूर हमारे पास है, वो जरूर हमें दूसरे को मदद करना हमारा कर्तव्य है, पर तो एक नया विश्वासी को इस रीति में आप मदद करेगा तो वो प्रभु को नहीं जानेगा, प्रभु पर आश्रय करने से मिलने वाला अनंत काल के लाभ के बारे में नहीं सीख पाएगा, वो व्यक्ति जरूर ठोकर खाएगा. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹായിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നമ്മുടെ സഹോദരന്മാർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ സഹായിക്കണം. എന്നാൽ പ്രത്യേകിച്ച് പുതിയ സഹോദരന്മാർ ആരെങ്കിലും വരുമ്പോൾ അവരോട് ഇങ്ങനെ സഹായം ചെയ്ത് അവർ വിട്ട് ചെയ്യുവാണെങ്കിൽ കർത്താവിലുള്ള ആശ്രയം അവർ മാറി ലോകത്തിനും ധനത്തിന്റെ പുറകിൽ അവർ പോകും. एक दो व्यक्ति के बात नहीं, मैं कई लोगों के जीवन में ये बात को देखा. ഞാൻ ഒന്നോ രണ്ടോ ആൾക്കാർ നടന്ന കാര്യങ്ങളല്ല, അനേക ആൾക്കാരിൽ ഈ അവസ്ഥ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. यहाँ पर प्रभु की जन को और शैतान का बेटों को कैसे पहचान सकता है? ഇവിടെ ദൈവത്തിന്റെ ജനവും അല്ലെങ്കിൽ പിശാചിന്റെ ജനവും ആരാണെന്നുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. प्रियो, जो व्यक्ति हमेशा ऐसे पाप करते ही रहता है वो व्यक्ति किसी कारण प्रभु से नया
जन्म पाया हुआ नहीं है। ആരൊക്കെ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ പാപത്തിൽ തന്നെ വസിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ ദൈവത്തിന്റെ ജനമല്ല. कई लोगों को इस प्रकार का मतलब दूसरे का धोखा देते रहेगा तो भी उनका दिल में कुछ चूट नहीं लगता, क्योंकि उनमें प्रभु का मतलब नया जन्म का अनुभव नहीं, प्रभु के आत्मा का कार्य नहीं है. ചിലവരാണെന്ന് പറഞ്ഞ മറ്റേ വിശ്വാസികളെ അവരിങ്ങനെ ചതിക്കുവാണെങ്കിൽ അവർ ഹൃദയത്തിൽ ഒരു വേദനയില്ല, അവരുടെ മനസാക്ഷിയിൽ ഒരു കുത്തുമില്ല, കാരണം ദൈവത്തിന്റെ ജീവൻ അവരിൽ ഇല്ലാത്തോണ്ടല്ലേ. प्रभु का जन्म जरूर मतलब जो भी करता है प्रभु का मतलब प्रभु का महिमा के लिए करता है, और तो उसको गलत रीति में नजायज फायदा उठा करके चलने के लिए कई लोग हैं, ऐसे लोगों के द्वारा धोखा होता है. അപ്പൊ എന്തോ പറ്റുന്നത്, യഥാർത്ഥ കർത്താവിന്റെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ നല്ല മനസ്സോടാണ് നല്ല മനസാക്ഷിയോടാണ് എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഈ ചതിയന്മാർ അല്ലെങ്കിൽ വഞ്ചിക്കുന്നവർ അവരെന്ത് ചെയ്യും, ചില കള്ളത്തരം പറഞ്ഞ് അവരെന്ത് ചെയ്യും, പൈസ വാങ്ങി അവരെയും കുടുക്കത്തിൽ വീഴിപ്പിക്കും. प्रियो, यहाँ पर वचन कहता है कि जो परमेश्वर से जन्मा है वो लोग कभी भी बुराई नहीं करेगा या बुराई करते या पाप करते नहीं रहेगा, वो धर्म के काम करेगा. അമ്മേ, നമ്മൾ 9-ാം വാക്യത്തിൽ വായിച്ച ആരാ ദൈവത്താൽ ജനിച്ചോ അവർ പാപം ചെയ്തുകൊണ്ടിരിക്കത്തില്ല. പാപം ചെയ്യത്തില്ല അതിന്റെ അർത്ഥം എന്താ? പാപം ചെയ്തുകൊണ്ടിരിക്കത്തില്ല, അവർ അധർമ്മം വിട്ട് അവർ അധർമ്മം ചെയ്യത്തില്ല, എന്നാൽ ദൈവത്തിന്റെ നീതിയുള്ള കാര്യങ്ങളെ ചെയ്യാനുള്ള യത്നം ചെയ്യും. प्रियो, कभी भी हम आज आपको मालूम है कि इसी प्रकार मतलब भक्तों को भड़काने के लिए भक्ति का वेश में आ जाता है. ഇന്ന് നമുക്കറിയാം യഥാർത്ഥ ഭക്തന്മാരെ ചതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്തിയുടെ വേഷം ഇട്ട് ചില കള്ളന്മാർ വരും. उस लोगों के द्वारा ही धोखा होता है. ഈ പ്രകാരമുള്ള ആൾക്കാർ മുഖാന്തരമാണ് വഞ്ചന വരുന്നത്. अगर आप एक सच्चा प्रभु का जन है तो നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസിയാണെങ്കിൽ क्या करना चाहिए? അവൻ എന്ത് ചെയ്യണം? प्रभु का सत्य वचन जब हमारे और आता है, ദൈവത്തിന്റെ സത്യവചനം നമ്മുടെ ഇടയിൽ വരുമ്പോൾ वो वचन हमारे जीवन में क्रिया करना है तो हमारे जीवन की बुराइयों को हमें दूर करना चाहिए. ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്ന കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ള എല്ലാ തെറ്റായ കാര്യങ്ങൾ പാപമുള്ള അവസ്ഥയിൽ നമ്മൾ മാറണം. अब आप देखिए पहला पत्रोस 2 अध्याय 1-2 वचन. 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം 1-2. First Peter chapter 2 verse 1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. इसलिए सब प्रकार का बैर भाव और छल और कपट और डाह और निंदा को दूर करके नए जन्मे हुए बच्चे के समान निर्मल आत्मिक दूध की लालसा करो, ताकि उसके द्वारा उद्धार पाने के लिए बढ़ते जाओ. देखिए यहाँ पर किसी प्रकार का छल कपटता, ये सारे बात प्रियो प्रभु बहुत नफरत करता है. പ്രിയപ്പെട്ട എല്ലാ പ്രകാരമുള്ള ദുഷ്ടത മലിനത ഇതെല്ലാം പറഞ്ഞ കർത്താവിന് ഇഷ്ടമല്ല. ये बात अगर हमारे जीवन में रहेगा तो ये वचन हमारे जीवन में कार्य नहीं करेगा. അപ്പൊ ഈ സ്വഭാവമുള്ള ഈ മോശമുള്ള സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം നമുക്ക് ക്രിയ ചെയ്യാൻ പറ്റത്തില്ല. यदि हमारे जीवन में ऐसा कोई भी कपटता रहता है तो हमारा काम है उस बात को दूर करना. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഏത് ഉള്ള വഞ്ചന നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റണം. अभी आपको मालूम है कई लोगों को वो अपनी बुराइयों को छोड़ने के लिए तैयार नहीं है, तो फिर आने वाला वचन सुनने के बाद में वो व्यक्ति के लिए बहुत भारी पड़ेगा. അപ്പൊ നമുക്കറിയാലോ ചിലവരെന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ തെറ്റ് തിരുത്താൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ വചനം അവരുടെ മുമ്പിൽ വരുമ്പോൾ ആ തെറ്റ് അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ വചനം അവർക്ക് ദോഷം ചെയ്യും, അവർക്ക് ഒത്തിരി ദേഷ്യം വരും. मैं आपको बताना चाहता हूँ, मैं कई लोगों को उनका जीवन का गलतियों को समझा करके बहुत प्यार से समझाया, लेकिन कभी भी मैंने ये देखा वो लोग नाराज होकर के मंडली छोड़कर चला. പ്രിയപ്പെട്ടവർ, ഞാൻ എന്റെ സാക്ഷ്യം ഞാൻ പറയുക, ഞാൻ ഒത്തിരി വിശ്വാസികളെ അവരുടെ തെറ്റ് ഞാൻ മനസ്സിലായപ്പോൾ വചനം അനുസരിച്ച് അവർ സ്നേഹത്തോടെ അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞിട്ടും അവർക്ക് പെട്ടെന്ന് അത് കേട്ടിട്ട് ദേഷ്യം വരെയും അവർ ദുഃഖിച്ചു പോയിട്ട് സഭ വിട്ടുപോയി. अब देखना जब प्रभु का मतलब लोग अगर गलती करेगा तो उनके साथ कैसा व्यवहार करना है करके वचन में क्लियर लिखा है. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സഹോദരൻ ഒരു വിശ്വാസി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റായി നടക്കുവാണെങ്കിൽ പാപം ചെയ്യുവാണെങ്കിൽ അങ്ങനെ എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങൾ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. जब पहला तिमोथी 5 अध्याय का 20 वचन पढ़ेगा तो 1 തിമോത്തി 5:20, First Timothy chapter 5 verse 20. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ സാഹസിക്കുക. यहाँ पर आप क्या देखता है? 5 का 20. पाप करने वालों को सबके सामने समझा दे, ताकि और लोग भी डरे. मतलब समझा दे, वो हिंदी बात बहुत हल्का है, ऐसा नहीं है. समझा दे नहीं, उनको डांटो करके लिखा है. അവന് അവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ അവനെ ശാസിക്കണം എന്നാ പറയുന്നത്. वो जो शासन है
निषेध कर। हाँ, निषेध कर बोलेगा तो एक सख्त रीति का पद है, परंतु हिंदी में थोड़ा सरल रूप में आया, शायद इसलिए हिंदी जानने वाला सरल रूप में समझता हूँ. അപ്പൊ അത് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശക്തമായിട്ട് അത് ഒരു വലിയ സ്ട്രോങ് രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് ശാസിക്കണം, എല്ലാവരും അത് കേൾക്കുകയും ദൈവഭയം വരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ അത് ശാസിക്കണം. देखिए और एक वचन दूसरा तिमोथी 4:2 2 തിമോത്തി 4:2 2 തിമോത്തി chapter 4:2 വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജമ ചെയ്യുക, प्रबोधिपिക്കുക. कि तू वचन का प्रचार कर, समय और असमय तैयार रह, सब प्रकार की सहनशीलता और शिक्षा के साथ उल्हाना दे और डांट और समझा. देखो ये सब बहुत हो गया, मतलब उल्हाना दे, डांट और समझा. मैं आपको बताऊं, मंडली में किसी को उलाना देगा तो फिर मंडली में कोई नहीं रुकता. आज ഇന്ന് സഭയിൽ ആരോടും ചില ശാസ്ത്രയുടെ ചില കാര്യങ്ങൾ സ്നേഹത്തിൽ പറഞ്ഞാൽ പോലും ഇന്ന് സഭയിൽ ആരും നിൽക്കത്തില്ല. उलाना देगा, डांटेगा तो फिर कैसा उड़ेगा, फिर कहीं इलाके में नहीं मिलेगा. പിന്നെ അവര് എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ താടന ചെയ്ത് അവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സഭയുടെ ഏരിയയിലും ആ ലൊക്കേഷനിലും കാണത്തില്ല അവർ. उसका मतलब गिरती कैसे भी चलते रहने दो बोल करके चलने वाला मंडली प्रभु का मंडली नहीं. അതുകൊണ്ട് സഭയിൽ തെറ്റ് എങ്ങനെയും ആയിക്കോട്ടെ, ആ തെറ്റിൽ നിങ്ങൾ ജീവിച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെ സഭ പഠിപ്പിക്കുവാണെങ്കിൽ അത് സഭയല്ല. प्रभु का मंडली में प्रियो जो वचन की विरुद्ध में आएगा तो जरूर उनको हमारा तर्जन करना या डांटना ये बहुत जरूरी बात है. അതുകൊണ്ട് സഭയിൽ നമ്മൾ കൂടി വരുമ്പോൾ സഭയിൽ നമ്മൾ ഏത് കാര്യത്തിനും വചനത്തിന്റെ വിരുദ്ധമായ ഏത് കാര്യങ്ങൾ വന്നാൽ അത് സഭയുടെ അധികാരമുണ്ട് ആ കാര്യത്തിൽ ശരിയായി പഠിപ്പിച്ചിട്ട് അവരെ ശരിക്കും വഴി കാണിച്ച് നടത്തിപ്പിക്കണം എന്നുള്ള ആ സഭ അത് ചെയ്യണം. प्रियो आज मन फिरावट के बारे में सुनने के लिए कितने लोग चाहता है. ഇന്ന് ലോകത്തിൽ മാനസാന്തരം എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എത്ര പേർക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്. मंडली में मन फिरावट के बारे में बोलने के समय में बहुत से लोग कुड़कुड़ाता है. ഇന്ന് സഭയിൽ മാനസാന്തരം എന്ന വിഷയം സംസാരിക്കുമ്പോൾ ജനങ്ങൾ അത് കേട്ട് അത് പിറുപിറുക്കും. प्रियो हमें रोज मन फिरने का जरूरत है. അതിന് പ്രിയപ്പെട്ടവർ നമുക്ക് എല്ലാ ദിവസവും മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട്. हमें प्रभु का वचन हमारे जीवन का गलतियों को हमें दिखाता है, उस समय में तुरंत हमें मन फिरना चाहिए. അതുകൊണ്ട് ദൈവത്തിന്റെ വചന സന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റും കുറവും പാപ അവസ്ഥ ദൈവവചനം നമ്മളെ കാണിച്ചാൽ ഉടനെ നമ്മൾ മാനസാന്തരപ്പെടണം. आज कितने लोग अपने आप को करेक्ट करने के लिए, अपने गलतियों को सुधारने के लिए तैयार है. ഇന്ന് എത്ര പേര് നമ്മുടെ തെറ്റിനെ അത് നേരെയാക്കാനും സത്യത്തിൽ നടക്കാനുമുള്ള എത്ര പേർക്ക് താല്പര്യമുണ്ട്. अगर किसी को तुमने ऐसे क्यों बोला, ऐसे क्यों किया, ये बात पूछेगा तो पूछना तक लोगों को पसंद नहीं. ഇന്ന് ജനങ്ങളോട് വിശ്വാസികളോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കാര്യം ചോദിക്കുന്ന പോലും അവർക്ക് ഇഷ്ടമല്ല. अभी कितना कम से कम 7 महीना से अभी लॉकडाउन है. ഇന്ന് നമ്മൾ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 7 മാസമായി നമ്മൾ ലോക്ക്ഡൌണിലാണ്. तकरीबन 7 महीना होने जा रहे हैं. നമ്മൾ 7 മാസത്തിന്റെ അവസ്ഥ വരെ എത്തി കഴിഞ്ഞിരിക്കുന്നു. कई लोगों के पास मोबाइल है, वो जूम मीटिंग में आ सकता है, आप क्यों नहीं आता, इतना पूछने से कई लोगों को पसंद नहीं. ഇന്ന് നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ സൂം മീറ്റിംഗിലാണ് നമ്മൾ മൊബൈൽ വഴി കൂടി വരുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ വിശ്വാസികളോട് ചോദിച്ചോളൂ, നിങ്ങൾ എന്തിനാ മൊബൈൽ ഉണ്ടായിട്ടും സൂം മീറ്റിംഗിൽ വരാൻ പറ്റിയില്ല, ഇത്രയും ചോദിച്ചോളൂ. ചിലവർക്ക് അത് വിഷമമായി. कितना दुख की बात है. അത് എത്ര നമുക്ക് ദുഃഖമുള്ള കാര്യമല്ല. അത് एक मीटिंग में आने के लिए तैयार नहीं, കൂട്ടായ്മയിൽ വരാൻ അവർക്ക് സന്തോഷമില്ല. वो अपने पड़ोस में लोग रोज मानो मीटिंग देख रहा है, उनके साथ मिलो, नहीं तैयार नहीं. നമ്മള് തൊട്ട അയലോക്കാരെ നമുക്ക് അവർ കൂടി വരും, കൂട്ടായ്മ നമുക്ക് ചെയ്യാൻ പറ്റും, എന്നാൽ അവിടെ പോലും പോകാൻ അവർക്ക് ഇഷ്ടമല്ല. अरे वो लोग कम से कम ठीक है, आपको जो मीटिंग में आने के लिए कुछ वादा है तो आपके पड़ोसी के पास है ना, आप उधर तक जाकर के ये वचन सुनने में, संगति करने में कितने आनंद की बात है. ചിലപ്പോ നമ്മുടെ ഫോൺ ചിലപ്പോൾ ശരിയല്ലായിരിക്കും, ചിലപ്പോൾ സൂം മീറ്റിംഗ് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അയലോക്കാരുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, അവർ ആ മീറ്റിംഗിൽ കൂടി വരുന്നുണ്ട്, എന്നാൽ അവരുടെ കൂടെ പോയി ഇരുന്നെങ്കിലും ആ കൂട്ടായ്മയിൽ ഭാഗമായിട്ട് വരാലോ, അതുപോലും ചെയ്യാൻ മനസ്സില്ല. कितना दुख की बात है. എത്ര ദുഃഖമുള്ള കാര്യമല്ലേ. इवन कितने लोग मतलब मीटिंग के लिए आता है, मीटिंग स्टार्ट करके वो अपना किचन में जाता है, काम करता है, वचन पर ध्यान नहीं देता. ഇത് ചിലവരെന്ന് പറഞ്ഞാൽ മീറ്റിംഗിൽ അവർ വരുന്നുണ്ട്, സൂം മീറ്റിംഗിൽ ചേരുന്നുണ്ട്, എന്നാൽ പ്രസംഗം മീറ്റിംഗ് തുടങ്ങി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, വീഡിയോ ഓഫ് ആക്കിയിട്ട് കിച്ചണിൽ പോയി പണി ചെയ്തുകൊണ്ടിരിക്കും. क्योंकि उनको दिखाई नहीं देता ना, കാരണം അവർക്ക് കാണുന്നില്ലല്ലോ, वो म्यूट में है, അവർ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക, और उनको दिखाई नहीं देता. അവർ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കുക. देखिए वो लोग कितने लोग हैं प्रियो, इस मतलब संडे का जूम मीटिंग में तक इतना मतलब अपनी बातों में लगे रहते हुए प्रभु का वचन सुनने के लिए ध्यान नहीं देता. प्रियो उसको बोलता है कपड़ा भक्ति. ഇത് അതുകൊണ്ട് നമ്മൾ അറിയാം, നമ്മൾ സൺഡേ നമ്മൾ സൂം മീറ്റിംഗിൽ കൂടി വരുമ്പോൾ ആ മീറ്റിംഗിന് പോലും നമ്മൾ യഥാർത്ഥ ശുദ്ധ മനസ്സോടെ നമ്മൾ വരാൻ പറ്റാതെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊരു കപടഭക്തിയല്ലേ. ये साधारण लोगों के जीवन नहीं,
ഇതൊരു സാധാരണ ജീവിതത്തിൽ വിശ്വാസികളുടെ കാര്യക്കാരല്ല പറയുന്നത്. ये दुनिया का लोगों के जीवन के जैसा जीवन नहीं. നമ്മള് ലോക മനുഷ്യന്മാര് സാധാരണ മനുഷ്യന്മാർ എങ്ങനെ ജീവിക്കുന്നത് അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. Praise the Lord. Praise the Lord. ये एक भक्त का योग्य जीवन है क्या? ഇത് ഒരു ഭക്തനായ ഒരു വിശ്വാസിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണോ? हमारे जीवन को पार करो. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ ശോധന ചെയ്യും. कितने लोग मानो हर एक दिन का जो यूट्यूब में आता है संदेश क्या करेगा, 5 मिनट सुनेगा और कट कर देगा, पूरा नहीं सुनेगा. ऐसा भी कितने लोग करते हैं. ചിലവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബിൽ മുഖാന്തരം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സന്ദേശം നമ്മൾ അയക്കുന്നുണ്ട്. അപ്പൊ ചിലവർ എന്ത് ചെയ്യും, ആ സന്ദേശം യൂട്യൂബിൽ പോയി 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ടിട്ട് പിന്നെ കട്ട് ചെയ്യും, അതെല്ലാം കാണത്തില്ല. और उनको वो लोग बोलेगा हम रोज सुनता है, अरे तो वास्तव में कितना सुना, 5 मिनट सुना. എന്നാൽ അവരോട് ചോദിച്ചാൽ അവർ പറയാം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ദേവദാസന്റെ മീറ്റിംഗ് കാണുന്നുണ്ടല്ലോ, എത്ര അനുഗ്രഹമാണെന്ന് പറയും. എന്നാൽ എത്ര മിനിറ്റ് കണ്ടേ ഉള്ളൂ? 5 മിനിറ്റ് കണ്ടിട്ടുള്ളായിരിക്കും. प्रियो, प्रभु की दृष्टि में आप जो भक्ति कर रहा है ये सच्चा भक्ति है क्या? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ഭക്തി നിങ്ങൾ കാണിക്കുന്നത് അത് യഥാർത്ഥമായ ഒരു ഭക്തിയാണോ? हम जाति के लोगों के जैसा अपने मुंह से भक्ति दिखाता है, पर तो वास्तव में हमारे जीवन में सच्चा भक्ति है क्या? നമ്മള് ജാതികളെ പോലെ അന്യജാതികളെ പോലെ നമ്മൾ വായോണ്ട് നമ്മൾ പറയും നമ്മൾ വലിയ ഭക്തന്മാരാണ് ചെയ്യുന്നുണ്ടെന്ന് പറയും. എന്നാൽ നമ്മുടെ പ്രവൃത്തി അങ്ങനെയാണോ? हमें परखना भी. അത് നമ്മൾ തന്നെ താൻ ശോധിപ്പിക്കും. प्रभु हमें देखता है. ദൈവം നമ്മളെ നോക്കുന്നുണ്ട്. हम प्रभु का दृष्टि में कैसा है? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ അവസ്ഥ എന്താണ്? आज भी मैं एक सच्चा विश्वास में है क्या? ഇന്ന് ഞാൻ യഥാർത്ഥ വിശ്വാസത്തിൽ ഞാനാണോ? आज भी मैं एक सच्चा आजादी के अनुभव में है ഇന്ന് क्या? ഞാൻ യഥാർത്ഥ സ്വാതന്ത്ര്യ അവസ്ഥയിലാണോ? आज भी मैं उस अनंत काल का दर्शन में मेरे जीवन बिताता है. ഇന്നും ഞാൻ ആ നിത്യതയുടെ ദർശനത്തിൽ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണോ? हम अपने आप को पूछो. ഞാൻ തന്നെത്താണത്തോടെ ചോദിക്കണം. मैं सिर्फ आपको परखने के लिए बता रहा हूँ. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശോധന ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. भैया हमें अभी और एक बार ऐसा इकट्ठा होने के लिए मौका मिलेगा कि नहीं, कभी कोई बोल नहीं सकता. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതേപോലെ നമ്മൾ ഇനി കൂടി വരാനുള്ള അവസ്ഥ നമുക്ക് നാളെ കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. Praise the Lord. लेकिन मैं एक आशा करता हूँ, എന്നാൽ ഞാൻ പ്രത്യാശ വെക്കുന്നത് प्रभु में दिया हुआ एक भी आत्मा नष्ट ना हो. കർത്താവിൽ എനിക്ക് തന്ന ഒരു ആത്മാവും നഷ്ടപ്പെട്ടു പോവല്ലേ. आपके लिए संदेश रोज प्रभु से पा करके आपको दे रहा हूँ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും കർത്താവിൽ നിന്ന് സന്ദേശം ഞാൻ പ്രാപിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ തരുവാണ്. पवित्र लोगों से एक नम्र विनती है. വിശുദ്ധന്മാരുടെ ഒരു താഴ്മ ഒരു അപേക്ഷയാണ്. हमारे ये 1 घंटे का ये संदेश आप जरूर पूरा आप ध्यान से सुने. നിങ്ങൾ എന്റെ അപേക്ഷ ഇതാണ്, നിങ്ങൾ ഈ യൂട്യൂബിൽ ഈ മുഖാന്തരം വരുന്ന ഈ സന്ദേശം 1 മണിക്കൂറിന്റെ സന്ദേശമുള്ളൂ, അത് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. और उसको जरूर मनन करें. എന്നിട്ട് അത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ അതിനെ മനനം ചെയ്യണം. अपने जीवन को परखें. ഇത് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. हम रोज प्रभु के आगमन की तैयारी में रहने के लिए आलोचना प्रभु हमें देता है. കാരണം എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ വചനം നമുക്ക് കിട്ടുന്നുണ്ട്. इसलिए आलोचना व्यर्थ ना करें. അതുകൊണ്ട് ആ വചനത്തിന് ആ സന്ദേശം നമ്മൾ വ്യർത്ഥമാക്കല്ലേ. प्रभु को महिमा मिले. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु का अनुग्रह आप सबके साथ. ദൈവത്തിന്റെ കൃപ എല്ലാവരും മേൽ ഉണ്ടാകട്ടെ. आमीन. ആമേൻ.